അന്നാണ് എൻ്റെ ഉള്ളിലേക്ക് അമ്മ ഒരു തോട്ടിട്ട് തന്നത്, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണ്ട, വീട്ടിൽ നിങ്ങൾ ലളിതാ സഹസ്രനാമം വായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ശക്തി മൂലം നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ബാലാദേവിയായ ബാല പ്രവേശിക്കും. ഞാൻ എന്തുകൊണ്ടാണ് ഈ അമ്മയുടെ സാധനം പറയുന്നതെന്ന് വെച്ചാൽ, മിഖേലിനെയുമായിട്ടൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരിക, എല്ലാറ്റിൽ നിന്നുള്ള മോചനമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എല്ലാറ്റിനെയും സ്നേഹിക്കുക. ആരാണ് നിങ്ങൾക്ക് ശക്തി നൽകിയത്? ഒരു ശക്തി പുറകിലില്ല, അത് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. ഞാൻ അങ്ങ് ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. മൈ ഇഗ്നോറൻസ് ഈസ് മൈ സ്ട്രെങ്ത് എന്നാണ് ഞാൻ പറയാറ്. എൻ്റെ അറിവിൽ ഞാനൊരു പമ്പര വിഡ്ഢിയാണ്, പക്ഷെ എൻ്റെ പമ്പര വിഡ്ഢിത്തത്തെക്കുറിച്ച് നല്ല അറിവുള്ളവനുമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പരാതി പറയണ്ട. യു ആർ നോട്ട് ഇൻ എ റൈറ്റ് പൊസിഷൻ. റൈറ്റ് പൊസിഷനിലാണെങ്കിൽ അമ്മ നമുക്ക് വേണ്ടതിലും എത്രയോ കോടി മടങ്ങോടെ കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ ലളിതാ സഹസ്രനാമം പോലത്തെ ഒരു ടെക്സ്റ്റ് വളരെ പേടിയോടെ കണ്ടിരുന്ന സമൂഹമാണ് നമ്മളെ ഇപ്പോഴും പലരും. എൻ്റെ അമ്മയെ ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഇഷ്ടത്തോടു കൂടി പറയാനുള്ളത്. സ്വമ്മിനെ അറിഞ്ഞവനെ സ്വാമിയാവാൻ കഴിയുള്ളൂ. അവർ പുറത്ത് കാണിക്കുകയില്ല. അത് ആ ഭസ്മം അവർ പൂശുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ആ അമ്മമാർ ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മനസ്സ് മാറുകയും ഞങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ തരുന്നു. ഇങ്ങനെ ചുറ്റുമുള്ളവരോട് നമുക്ക് ഘനമില്ലാതെ പെരുമാറാൻ പ്രേംജി എന്ന് കഴിയുന്നുവോ, വിജ്ഞാന ഘനരൂപിണി നമുക്കൊപ്പം നൃത്തം ചെയ്യും. നമസ്തേ, എല്ലാവർക്കും യതീശയിലേക്ക് വീണ്ടും സ്വാഗതം. പതിവ് പോലെ തന്നെ പുതിയൊരു സൗഹൃദം, പുതിയൊരു പരിചയം. ചില എഴുത്തുകൾ നമ്മൾ കാണുന്നത് പുസ്തകങ്ങളിൽ മാത്രമല്ല, അത് ചില സമയത്ത് നമ്മൾ മനസ്സിൽ കോറിയിടുന്ന ചില അനുഭവങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒത്തിരി പേര് നല്ല ബുക്കാണെന്ന് പറഞ്ഞിടുന്നിടത്താണ് ഞാൻ ഈ വ്യക്തിയെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് അതുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി 2 തവണ ഞാൻ കോണ്ടാക്ട് ചെയ്തു. പക്ഷേ നമ്മളുടെ സമയം, നമുക്കതിൻ്റേതായ സമയം അമ്മ അനുകൂലിച്ച് തന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആ ബുക്ക് പോലും വളരെ എന്താ പറയുക, അതിനെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം യതീഷ തുടങ്ങുന്നത് പോലും ഒരു പോഡ്കാസ്റ്റ് എന്നതിലുപരി സംസാരിച്ച് തുടങ്ങുന്നത് തന്നെ പരാശക്തിയെക്കുറിച്ചാണ്. അപ്പം അവസാനമായി പരാശക്തിയെപ്പറ്റി എഴുതിയ പുള്ളിയുടെ ഇപ്പം 4ാമത്തെ ബുക്കാണ്, അല്ലെങ്കിൽ 4ാമത് എഴുതിയ ബുക്കാണ് രഹസ്യാവലി. അപ്പോൾ രഹസ്യാവലിയിൽ നിന്നുള്ള ഒരു പരിചയമാണ് ഹരീഷ് ഏട്ടനായിട്ട്. അപ്പം ഇന്ന് ഹരീഷ് ഏട്ടനായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹരീഷ് ഏട്ടാ, സ്വാഗതം. നമസ്കാരം. യതീഷയുടെ ഉജ്ജ്വലരായ പ്രേക്ഷകർക്ക് നമസ്കാരം. എനിക്ക് നമ്മൾ ഫേസ്ബുക്ക് വഴി ഒരു മെസ്സേജൊക്കെ അയച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷേ അങ്ങേപ്പറ്റി ഒത്തിരി സുഹൃത്തുക്കളും യതീഷയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ യതീഷയുടെ പ്രേക്ഷകരായിട്ട് ഒത്തിരി പേര് എന്നെ മെസ്സേജ് അയക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു വ്യക്തിയുണ്ടെന്നും ഒരു ആമുഖം എന്ന് ശ്രമിച്ചാൽ സാധാരണക്കാരനായി അമ്മയെ അറിയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ പലരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഈ സ്പിരിച്വൽ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് സോ കോൾഡ് ഒരു സ്ട്രക്ചർ ലുക്കും സ്ട്രക്ചർ വേ ഓഫ് വർക്കിംഗ് ഒക്കെ ഉണ്ട്. അന്ന് വളരെ വ്യത്യസ്തമായ ഒരു കോർപ്പറേറ്റ് ലൈഫ് എന്ന് മാറി ഒരു ഫുട്ബോളറിൽ നിന്ന് ഒരു കോർപ്പറേറ്റ് ലൈഫിലേക്കും കോർപ്പറേറ്റ് ലൈഫിൽ നിന്ന് ഒരു എഴുത്തുകാരനിലേക്കും അതോടൊപ്പം തന്നെ ഒരു ട്രെയിനറായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. പക്ഷെ അവിടെയൊക്കെ ഉള്ളിൽ അമ്മയാണ് കൊണ്ട് നടക്കുന്നതും, അല്ലെങ്കിൽ അമ്മയുടെ കൈ പിടിച്ചതിൽ ഈ ബുക്കിൽ അങ്ങ് ആമുഖത്തിൽ എഴുതിയ പോലെ അമ്മയുടെ കൈ പിടിച്ച് ഒരു പൂരപ്പറമ്പിൽ ഇങ്ങനെ ഓടി നടക്കുന്ന കുട്ടിയാണ്. അല്ലാതെ വായിക്കുമ്പോൾ നമുക്കൊരു വലിയ സുഖമാണ്. അപ്പം എന്നും നമ്മൾ തുടങ്ങുന്നത് തന്നെ ഹരീഷ് ഏട്ടൻ വളവനണ്ണൻ ഭാഗത്തിൽ നിന്ന ആളാണ്. അപ്പോൾ ഇപ്പോൾ ഹരീഷ് ഹരീഷ് വി ബാബു എന്ന് പറയുന്ന സമയത്ത് നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അറിയുന്നത് ഫസ്റ്റ് എഴുതുന്ന ജ്ഞാനപുസ്തകം, അത് കഴിഞ്ഞ് അതൊന്ന് ഇംഗ്ലീഷ് ബുക്കിലേക്കാണ് പിന്നെ കിടക്കുന്നത്, ദ പവർ ഓഫ് സീക്കിങ്. എനിക്ക് പേര് തന്നെ വളരെ ഇഷ്ടപ്പെട്ടതാണ്, ദ പവർ ഓഫ് സീക്കിങ്. വാട്ട് യു സീക്ക് ഈസ് സീക്കിങ് യു, അല്ലേ? ഒരു ആൽക്കമിസ്റ്റ് ടൈപ്പ് ബുക്ക്. അത് കഴിഞ്ഞ് അങ്ങ് എഴുതിയിട്ടുള്ളതാണ് മായാലഹരി, അല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നു 4ാമത്തെ ഒരു ഉദ്യമമാണ് രഹസ്യാവലി. അപ്പം ഇങ്ങനൊരു അങ്ങെപ്പോഴും ബുക്കിനെ പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു രാജേട്ടനൊക്കെ ഇതിനെപ്പറ്റി എഴുതിയത് പോലും ആമുഖത്തിൽ എഴുതിയത് പോലും ഒത്തിരി ബുക്ക്, അല്ലേ? ശ്രീ ബുക്സ് എന്ന് പറഞ്ഞാൽ രാജേട്ടൻ ബുക്കുകളെ പറ്റി ബുക്കുകളുടെ
എന്താ പറയുക, നമ്മൾ പറയില്ലേ ഈ ഒരു സൂതനാണ് അതെ, അല്ലെ, ഓടി നടന്നത്. ആ മനുഷ്യൻ എവിടെ ഓടിയെത്തും. അത് ഇഷ്ടപ്പെട്ട ബുക്കേ വെക്കുള്ളൂ. അതെ, ഇഷ്ടപ്പെട്ട് വായിച്ച് ബുക്ക് വെക്കും എന്നുള്ളതാണ്. അതുപോലെ ആൾ ഇഷ്ടപ്പെട്ട ബുക്കുകളൊക്കെ തന്നെ എൻഡോസ് ചെയ്യുക എന്നുള്ളൊരു സ്വഭാവം വിളിക്കണം. അപ്പോൾ ഞാൻ നമ്മൾ ആദ്യമായിട്ടുള്ള ഉദ്യമത്തിൽ ബുക്ക് എഴുതുന്ന സമയത്ത് ഞാൻ നേരിട്ട് പോയി കണ്ട് ബുക്ക് കൊടുത്ത ആദ്യത്തെ പ്രസാധകനാണ് പുള്ളി. കാരണം അതിൽ ഒത്തിരി പ്രത്യേകതകൾ ആ മനുഷ്യനുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ ഇതിനെ എഴുതുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം എന്താ പറയുക, അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാണ്. എന്നാൽ പ്രോപ്പർട്ടി പോലും, അല്ലെ വാടകയ്ക്ക് എടുത്ത പ്രോപ്പർട്ടി പോലും സ്വന്തമായി അമ്മയുടെ ഒരു കടാക്ഷം പോലെ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ രാജേട്ടൻ പറഞ്ഞുള്ളൊരു കാര്യം, ഒരു ഫ്രെയിം ഉണ്ടല്ലോ എല്ലാ ബുക്കുകൾക്കും. ഇപ്പോൾ ഇത് രഹസ്യാവലി എന്ന് പറയുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രഹസ്യത്രയങ്ങളിലെ ഒരു ബുക്ക് അങ്ങെടുത്ത് ചെയ്ത പോലെ. പക്ഷേ പലർക്കും ഇത് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ ഒരു വിൽപ്പന ചരക്കാക്കാൻ വേണ്ടി എഴുതിയ ബുക്കേ ആയല്ല അങ്ങയുടെ. അപ്പോൾ ചോദിച്ച വായിക്കുന്നോട് പറയാം ആസ്വാദനാണെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ. അങ്ങനെ തന്നെ രാജേട്ടനും പറഞ്ഞു, വളരെ രസകരമായിട്ട് ആൾക്കാർക്ക് മനസ്സിലാകുന്ന പോലെ. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അങ്ങൊരു ഓഡിയോ എനിക്ക് അയച്ചിരുന്നൊരു അമ്മ തേങ്ങലോടെ അയച്ചൊരു മെസ്സേജ്. അതുപോലെ ഒത്തിരി പേര് എനിക്ക് അറിയാത്ത പല ആൾക്കാരുടെയും വാളിൽ ഈ ബുക്കിനെ പറ്റി എഴുതിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ തുടക്കം പറയുകയാണെങ്കിൽ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഹരീഷ് ബാബു ജനനം, അല്ലെങ്കിൽ ഈ ഒരു അങ്ങ് സാധാരണത്തെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അസാധാരണത്തെന്നാണ്. ഈ അസാധാരണത്തിലേക്കുള്ള യാത്ര എങ്ങനെയാണ്? അത് സാധാരണക്കാരിൽ സാധാരണക്കാരൻ. അപ്പോൾ നമ്മൾ സാധകനല്ല, ഉപാസകനല്ല, ഭക്തി എന്ന് പോലും പറയാൻ കഴിയില്ല. ഇഷ്ടത്തിനെ ഭക്തി എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ആദ്യകാലത്തെ ഇഷ്ടം ഫുട്ബോളായിരുന്നു, ഡിറ്റക്റ്റീവ് നോവലുകളായിരുന്നു. പിന്നെ ടാർസൻ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കാടിനെ, മലയെ, പുഴയൊക്കെ പരിചയപ്പെടുത്തിയത് ടാർസനാണ്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഡ്ഗർ റൈസ് ബറോസ് എന്ന് പറയുന്ന ആൾ കാട് കണ്ടിട്ടില്ലെന്ന്. അപ്പോൾ കാട് കാണാതെ എങ്ങനെ ഒരാൾക്ക് ഇത് എഴുതാൻ പറ്റും എന്ന് വെച്ചാൽ അദ്ദേഹം കാടിനെ അറിഞ്ഞ ആളാണ്. അത് ഭാവനയ്ക്ക് വലിയ ഒരു തത്വമുണ്ടെന്ന് പിന്നെ പതഞ്ജലി മഹർഷീനെയൊക്കെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അനുമാനം എന്ന് പറയുന്ന ഒരു സിദ്ധിയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫുട്ബോൾ കളിച്ച് നടക്കുക. പിന്നെ എൻ്റെ അച്ഛൻ ഫുട്ബോളറായിരുന്നു, ചേട്ടൻ ഫുട്ബോളറായിരുന്നു. ഫുട്ബോൾ കളിക്കുമ്പോൾ വല്ലാത്തൊരു ആനന്ദമുണ്ട്. പിന്നെ അതിൽ ഗോൾ എന്നാണ് പറയുക. ഞാൻ ഫുട്ബോൾ കളിച്ച് അന്നത്തെ കാലത്തല്ല, പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സും ശരീരവും കൂടിച്ചേർന്ന ഒരു ഫ്രെയിമാണെന്നും അതിനിടയിലൂടെ അടിച്ചാൽ ചിലപ്പോൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്താം എന്നുള്ള പന്ത് കളിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൻ്റെ ട്വിസ്റ്റ് എവിടെയെന്ന് വെച്ചാൽ ഷൊർണൂർ ഹൈസ്കൂളിൽ പഠിക്കുക. ഞാൻ പഠിച്ചത് SRVLP സ്കൂൾ, ശ്രീരാമവിലാസം SRVLP സ്കൂൾ എന്ന് പറയാം. പിന്നൊന്ന് രാമൻ നായർ, അതും രാമനാണ്. പിന്നൊന്ന് നീലകണ്ഠൻ സംസ്കൃത കോളേജിൽ പട്ടാമ്പി. അവിടെ സംസ്കൃതം എടുത്ത് പഠിക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ മുമ്പേ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ല മാർക്ക് കിട്ടേണ്ട കോളേജിൽ സ്പോർട്സ് കോട്ട കൊണ്ട് മാത്രം കിട്ടുകയും കൊമേഴ്സ് എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ 4th ഗ്രൂപ്പ് എഴുതി കൊടുക്കുകയും. അന്ന് പിന്നെ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഓഫീസിലുള്ള ആളിനോട് ചോദിച്ചു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ എന്ന് വെച്ചിനോട്. അപ്പോൾ എനിക്ക് പിന്നെ അതില്ലാത്തതുകൊണ്ടൊന്നും തോന്നിയില്ല. ഞാൻ ചോദിച്ചാൽ എന്താ സാറെന്ന് ചോദിച്ചു. 4th ഗ്രൂപ്പ് കൊമേഴ്സ് അല്ല, ഇവിടെ സംസ്കൃതമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ അറിയില്ലേന്ന് വെച്ചു. അപ്പോൾ ഞാൻ പന്ത് കളിക്കാൻ ചേർന്നുകൊണ്ടിരുന്നാൽ പിന്നെ 4th ഗ്രൂപ്പ് തന്നെ മതി ഇറങ്ങി. ഫോമൊക്കെ തിരുത്തിയതിൽ വലിയ പണിയാണ്. അങ്ങനെ നമ്മൾ സംസ്കൃതത്തിൽ പോയിരുന്നു. അധ്യാപകർ പുസ്തക കക്ഷത്തിൽ വെച്ച് വന്നിട്ട് ഉദ്ദിഷ്ടത, ജാഗ്രത, പ്രാപ്യോരാൻ നിബോധത, ക്ഷുരസ്യധാര, നിശിത, ദുരത്യ, ദുർഗം, പദസ്ഥത്, കവയോ എന്നൊക്കെ നമ്മൾ അങ്ങനെ 2 കൊല്ലം കൊണ്ടാണ് എനിക്ക് സംസ്കൃതം മനസ്സിലാവില്ല എന്ന് മനസ്സിലായത്. പിന്നീട് അമ്മ കളിച്ച കളി ആലോചിക്കണേ. സൗന്ദര്യലഹരിക്ക് ഒരു ആസ്വാദനം, ലളിതാ സഹസ്രനാമത്തിലൊരു ആസ്വാദനം. എന്നിട്ട് ഞാൻ ഗ്രാമറൊക്കെ പഠിക്കാൻ ശ്രമിച്ച ആമ്പേ പരാജയപ്പെട്ടു. അന്ന് ഈ പ്രാന്ത് ആയിട്ടില്ല. ആ പഠിക്കുന്ന സമയത്താണ് ഞാൻ യു ക്യാൻ ബി നിയറർ ടു ഹെവൻ ത്രൂ ഫുട്ബോൾ ദാൻ റീഡിങ് ഗീത എന്ന് പറയുന്ന വിവേകാനന്ദ സ്വാമിയുടെ ഒരു വചനം കേൾക്കുന്നത്. പന്ത് കളിച്ചിട്ട് സ്വർഗത്തിനടുത്ത് ഗീത വായിക്കൊന്നും വേണ്ട പറഞ്ഞു. നമുക്ക് വായനാശീലം കുറവല്ല. എന്നാൽ ഡിറ്റക്റ്റീവ് നോവൽസാണ്. എഡ്ഗർ റൈസ് ബറോസ് ഡിറ്റക്റ്റീവ് നോവൽ, ഡ്രാക്കുളയ്ക്ക് വെറുതെ വായിച്ചിട്ട് പേടിച്ച് വിറയ്ക്കുക. 9ാം ക്ലാസ് ആകുമ്പോഴേക്കും 3 കിലോമീറ്റർ സൈക്കിൾ അങ്ങോട്ട് ചവിട്ടി ഇങ്ങോട്ട് തിരിച്ചു വരും പുസ്തകം എടുക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ വായനയാണ് നമ്മൾ ഇവരെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഫുട്ബോളിൻ്റെ ഒരു മനോഹരമായ ഒരു വചനം ഞാൻ കേൾക്കുകയും ചെയ്തു. ഗ്രൗണ്ടിലെ ശൂന്യ സ്ഥലങ്ങൾ തേടിയുള്ള നൃത്തമാണ് ഫുട്ബോൾ. പിന്നീടാണ് ആ നൃത്തം ശിവനുമായിട്ടൊക്കെ കണക്റ്റായി പലപ്പോഴും എന്നെ പല ചിന്തകളിലേക്ക് എത്തിച്ചത്. അപ്പോൾ സ്കൂള്, കോളേജൊക്കെ നമ്മളെ ഒരു ബേസായിരുന്നു. പിന്നെ എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ കണക്കാക്കുന്ന ക്വാളിറ്റികളിലൊന്ന്, എനിക്ക് കുറേ മുതിർന്ന ആളുകളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. പ്രായഭേദമന്യേ ചെറിയ കുട്ടികളുമായിട്ട് ഈ മുതിർന്ന ആളുകൾ അവരുടെ എക്സ്പീരിയൻസ് പങ്കുവയ്ക്കും. അതിൽ പലതും ഈ രാമകൃഷ്ണദേവനും സ്വാമി വിവേകാനന്ദനും
രമണ മഹർഷിയും ജിദ്ദു കൃഷ്ണമൂർത്തിയും ഓഷോയും ഖലീൽ ജിബ്രാനും അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ പതുക്കെ 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 നമ്മൾ തിരിഞ്ഞിട്ട് എവിടെയോ ഒരു കേനോപനിഷത്ത് വായിക്കുകയും അത് മൊത്തം നമ്മുടെ കിളി പറിച്ചു. ശരികൾക്ക് ശരിക്കും അത് പിന്നീട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ശരിക്കും ആത്മീയതയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു മരണം ഉണ്ടാകണം, അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തരുന്നത് ആത്മീയത എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാലും അങ്ങനെ അതും സംഭവിച്ചു. ഒട്ടാമ്പി കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിലമ്പൂർ പുഴയിൽ വഞ്ചിയിൽ പോകുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ വഞ്ചിയിൽ ഇളക്കാണ്, എനിക്കാണെങ്കിൽ നീന്താനും അറിയില്ല, ആ കടിയിലേക്ക് മാത്രം നമുക്ക് നീന്താൻ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കൂട്ടുകാരോട് പറഞ്ഞിട്ട് വഞ്ചി ഇളക്കലടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിളക്കി നമ്മൾ നേരെ തലക്കൊത്തുന്ന പുഴയിലേക്ക് പോകണം. പുഴയിൽ വീണിട്ട് ഞാൻ നോക്കുമ്പോൾ പാറപ്പുറത്തെ കുറച്ച് ആൾക്കാരിക്കുന്നുണ്ട്, അവർക്ക് മൈൻഡ് ചെയ്യണില്ല, ഒരുത്തം വീണിട്ടുള്ള യാതൊരു ലക്ഷണമില്ല. ഞാൻ താന്ന് പോകുമ്പോൾ അപ്പോഴാണ് ഈ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ മനസ്സിലായി. ഞാൻ അങ്ങനെ പലതും ആലോചിക്കുകയാണ്. ഞാൻ താഴ്ന്ന് പോയി അടിയിൽ കാലും ഇത്തിരി ഒറ്റ കുതിക്കലാണ്. നോക്കുമ്പോൾ ഇത്രയൊക്കെ ഉള്ളല്ലോ. അവിടെ നിന്ന് പാറപ്പുറത്തിരുന്ന ആൾക്കാരാണ് ഇരുപടാടെന്ന് പറയും. അപ്പോഴാണ് മരണവും ഞാൻ കണ്ടു, മരണത്തിലെ ഹാസ്യവും ഞാൻ കണ്ടു. ഇതുകൊണ്ടാണ് ഇവർ ചാടാഞ്ഞത് എന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ ആരും ചാടി രക്ഷപ്പെടത്തില്ലേ, പക്ഷെ അവർക്കത് ആഴില്ലെന്ന് പറയാം, എനിക്കറിയില്ലല്ലോ. പക്ഷെ ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു ശൂന്യമായ നിശ്ചലത, ഒന്നുമില്ല, സാധനം ഇങ്ങനെ ക്യാമറ പോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കയറി വന്നപ്പോൾ പറയാൻ പറ്റാത്തൊരു സന്തോഷം, ഒരു നിശബ്ദത, ഒരു ശൂന്യത. ഇതെന്താണെന്ന് നമുക്ക് അന്ന് പിടുത്തം കിട്ടിയില്ല. പിന്നെ ഇത് തിരയുകയും പന്ത് കളിയിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോവുകയും ആളുകളോടുള്ള ഇഷ്ടം കൂടുകയും ആ ഇഷ്ടം നേരെ ഒരു പ്രായം പരിധി കഴിഞ്ഞപ്പോൾ അത് ദേവിയിലേക്ക് തിരിഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ദേ നിൽക്കണമെന്നുള്ള നമ്മൾ ദേ എന്നാ പറയുക നാടൻ ഭാഷയിലല്ലേ, വി നമ്മളത് നിൽക്കണു, നീ കൂടെ വന്നാ എന്നുള്ള ദേവി എന്നുള്ള സാധനം എനിക്ക് ഇങ്ങനെ കത്തിയത്, ദേ വി ഞാൻ നീന്താൻ നിൽക്കണു പോരെ. പിന്നെ നമ്മൾ വല്ലാത്തൊരു ഇഷ്ടം, എന്നെ സാധനമെന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ അറിയില്ല, ഒന്നുമല്ല. അമ്മയെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് കണക്ട് ചെയ്ത അച്ഛനാണ്. പിന്നീടാണ് ഭാരതത്തിൻ്റെ അച്ഛനും അമ്മയും ശിവനും ശക്തിയുമാണെന്നും അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫിസിക്കൽ അച്ഛനും അമ്മയും നമ്മളിങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുള്ള ഇങ്ങനെ ആൾക്കാർ പറയുന്ന ഭ്രാന്തൊക്കെ നമ്മുടെ തലയിൽ കയറിക്കൂടി. അങ്ങനെ ഫുട്ബോളും ഇതും ഒന്നിച്ചു കൊണ്ടുപോയിട്ടാണ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇന്ന് കാണുന്ന ആ ഒരു, അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് എനിക്ക് വല്ലാത്തൊരു സ്വാതന്ത്ര്യം നൽകിയത്. മൈ ഇഗ്നോറൻസ് ഈസ് മൈ സ്ട്രെങ്ത് എന്നാണ് ഞാൻ പറയാറ്. എൻ്റെ അറിവിൽ ഞാനൊരു പമ്പര വിഡ്ഢിയാണ്, പക്ഷെ എൻ്റെ പമ്പര വിഡ്ഢിത്തത്തെക്കുറിച്ച് നല്ല അറിവുള്ളവനുമാണ്. എനിക്കൊന്നും അറിയില്ല, എനിക്ക് ബോധ്യമായപ്പോൾ വല്ലാത്തൊരു ഫ്രീഡം കിട്ടി. അത് ഇൻഡിപെൻഡൻസ് ആയിരുന്നു, ഇൻഡിപെൻഡൻസ് ആയിരുന്നില്ല എന്ന് പിന്നെയാണ് പ്രശ്നം. അത് ഞാനിത് എന്താ പറയുക, അങ്ങനെ പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ജസ്റ്റ് പേജ് മാർക്ക് ചെയ്തല്ല, പേര് മാർക്ക് ചെയ്ത് വെക്കേണ്ട കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ടാവും, കേൾക്കുന്ന ആൾക്കാർ ഇപ്പോൾ ശ്രദ്ധിക്കുക. അങ്ങ് ഈ ഡീകോഡ് ചെയ്യുന്ന സ്വഭാവം വളരെ കൂടുതലാണ്. ഇത് അങ്ങയുടെ രീതിയിൽ ഡീകോഡ് ചെയ്യുക. അപ്പോൾ ഞാനിത് പെട്ടെന്നൊന്ന് വായിച്ച സമയത്ത് അങ്ങനെ പറയുകയും ചെയ്തു, ആ ഗോഡ് എന്ന ആ കുട്ടിയുടെ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഡെഫിനിഷൻ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഡെവലപ്മെൻറ്റ്, അങ്ങ് ഗോഡിനെ പറ്റി പറയുന്നൊരു വലിയൊരു അബ്രിവേഷനാണ്. അപ്പോൾ ഇങ്ങനത്തെ അബ്രിവേഷൻസൊക്കെ ഇത് സ്വതവേ ഉള്ളതാണോ അതോ അങ്ങായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുത്ത ഒരു ശൈലിയാണോ? ഇത് ശൈലി എന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല. എൻ്റെ പഠനകാലം തൊട്ടേ ഒരു വാക്ക് കേട്ടാൽ അതിൽ നിന്ന് വേറൊരർത്ഥം തോന്നിക്കുന്ന ഒരു സാധനം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കോളേജിലൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഈ പറങ്കിമാവിൻ്റെ മുകളിൽ ബാഗുകൾ തൂക്കിയിട്ട് പെൺകുട്ടികൾ, അപ്പോൾ നല്ല സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ അവിടെ ഇരിക്കുന്നത് നമുക്ക് അറിയുകയും ചെയ്യാം, എന്നാൽ അവരെ നേരിട്ടൊന്നും സംസാരിക്കാനും പാടില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരൻ പ്രശാന്ത് എന്ന് പറയുന്ന കൂട്ടുകാരനോട് പറയും, മാളൂന്ന് അവനെ വിളിക്കുക, എടാ എന്ത് നല്ല മനോഹരമായ പറങ്കിമാവുകൾ ബാഗുകൾ കായ്ച്ചു നിൽക്കുന്നു, നമുക്ക് ആ ബാഗിനകത്ത് അതിൻ്റെ വിത്തായിട്ടുള്ള പേഴ്സുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ബാഗൊക്കെ തിരഞ്ഞു നോക്കും. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥകളായിട്ടുള്ള പെൺകുട്ടികൾ ചിരിയോട് ചിരിയാണ്. പിന്നീട് അടുത്ത ദിവസം അവർ നമ്മളെ വന്ന് പരിചയപ്പെടുകയാണ്. വെറുതെ ഒരു വാക്ക് അവരുടെ ഉള്ളിലുണ്ടാക്കിയ പുഞ്ചിരി എന്ന് പറഞ്ഞൊരു സ്ഫോടനം, ഹാസ്യം. പിന്നീട് ഓഷോനെയൊക്കെ വായിച്ചപ്പോഴാണ്, അല്ലെങ്കിൽ രണോർഷിനെയൊക്കെ വായിച്ചപ്പോഴാണ് ഇത്രയും സൂക്ഷ്മമായിട്ടുള്ള ഹാസ്യങ്ങളൊക്കെ ഉണ്ടോ, അത് ആത്മീയതയുമായി അത്രമാത്രം അഭേദ്യമായ ബന്ധമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. അവിടെ ഞാൻ പറഞ്ഞതുപോലെ ലാഫിങ് എന്ന് പറഞ്ഞ സാധനം ഘോരത്നാഥന് കിട്ടിയത്. ലാഫിങ് ആൻഡ് ബീയിങ് പ്ലേഫുൾ, ദ നാക്ക് ഓഫ് മെഡിറ്റേഷൻ. ചിരിക്കുക, കേളി തൽപരരാവുക, ധ്യാനതന്ത്രം നിങ്ങൾക്ക് വെളിപ്പെടുന്ന. പക്ഷെ അത് എളുപ്പമല്ല. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു സരസത്വം ഉണ്ടായിരുന്നു. അതെൻ്റെ അച്ഛൻ്റെ കഴിവാണ്. അച്ഛൻ പിന്നെ പാട്ട് കേട്ടിട്ടൊക്കെ ഇടയ്ക്ക് കരയും,
ഈ രാമ എന്നുള്ള പാട്ടൊക്കെ. അപ്പോൾ ഞാനും വിചാരിക്കും മനുഷ്യൻ്റെ അത്ര കരയാള്. പിന്നീടാണ് ഒരു 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 സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലയൊക്കെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്രമാത്രം ആനന്ദം ഉണ്ടാക്കുന്നു, അത് കണ്ണീരായി പ്രവഹിക്കും എന്നൊക്കെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ബോഡി ലാംഗ്വേജാണ് പഠിപ്പിച്ചു തന്നത്. പിന്നീടാണ് ഇത് അറിയുമ്പോൾ ഈ ഇഷ്ടം കൂടി അമ്മേനെ അച്ഛനെയൊക്കെ വായിക്കാനോ അല്ലെങ്കിൽ കേൾക്കാനും ആഗ്രഹിച്ചിട്ട് അതിന് പിന്നെ പുറകെയൊക്കെ പോകുമ്പോഴാണ് ഓരോന്നിങ്ങനെ. അപ്പം ഇതിൽ ഈ നമ്മളിപ്പം അങ്ങനെ ഈ പുസ്തക രചനയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു കോൾ ഉണ്ടാവും അല്ലേ, നമ്മളിപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ എപ്പോഴും ഈ ബുക്ക് എഴുതുന്ന ആൾക്കാരോടൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു റെസ്പെക്റ്റ് എന്താ വെച്ചാൽ അതൊരു ഈസി ടാസ്ക് അല്ല എന്നതിലും അതിനപ്പുറം നമുക്ക് ഉണ്ടാവേണ്ട ഒരു വലിയൊരു ഇൻസൈറ്റ്ഫുൾനെസ് അല്ലേ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിനെ മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് കാണുന്ന, ഇപ്പോൾ രഹസ്യത്രയം എന്നൊക്കെ പറഞ്ഞ സമയത്ത് അതിൽ അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റോടെ കാണേണ്ടതും എന്നാൽ രഹസ്യമായിട്ട് പറയപ്പെടുന്നതുമായിട്ടുള്ളതാണ് ലളിതാ സഹസ്രനാമം. അപ്പോൾ അങ്ങനൊരു പാത്തിലേക്ക് ഒന്നുമില്ലാതെ വഴുതി വീഴില്ലൊരു മനുഷ്യനോ, അതെങ്ങനെയാണ് ആ ഒരു യാത്ര? ഇത് കുടുംബപരമായിട്ടുള്ള വല്ല കണക്ഷൻസോ? ഒരു കണക്ഷനും ഒരു 2-3 കൊല്ലം വരെ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പം ഞാനും എന്നെ പരിചയമുള്ള അച്ഛനമ്മോടും ചോദിച്ചിട്ട് ഇങ്ങനെ ബന്ധത്തിൽ ഇങ്ങനെ വല്ലൊരു ഭ്രാന്തുള്ളവരുണ്ടോ, എന്നെ പരിചയപ്പെട്ട രാജേട്ടനെ പോലുള്ള ആൾക്കാരും ചോദിക്കാറുണ്ട് നീ വല്ലതും ചെയ്യുന്നുണ്ടോ. ഞാൻ പറയും ഞാനെന്ത് ചെയ്യാൻ, ഞാൻ പന്തളിക്കുന്നുണ്ട്, ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, പിന്നെ അമ്മ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. പിന്നീട് 2-3 കൊല്ലം മുന്നെയാണ് എനിക്ക് എൻ്റെ അമ്മാച്ചൻ എഴുതിയ ഒരു സ്വന്തം കൈപ്പടയിൽ അമ്മാച്ചൻ 1934 എഴുതിയ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ എനിക്ക് കാണിച്ചു തന്ന ബുക്ക് അല്ലേ, പഴയ തൊടുമർമ്മം, പിന്നെ ചക്രങ്ങൾ, കൃഷ്ണൻ, പഴയ എഴുത്താണ്. അദ്ദേഹം അഗസ്ത്യ പരമ്പരയിലെ ദീക്ഷിതനായിരുന്നു. അദ്ദേഹം സിലോണിലായിരുന്നു വർഷങ്ങളോളം. അപ്പോൾ സിലോൺ ഈ സാധനം, പിന്നീടാണ് എനിക്ക് ഈ സാധനം എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അർജ് തോന്നുന്നത് എന്നുള്ളത്. പിന്നെ ഞാൻ അന്ന് അമ്മാച്ചാന്നൊരു വിളിച്ചിട്ടുണ്ട്. കാരണം അല്ലാതെ ഒരു സാധനവും ഇല്ല, വെറുതെ പന്ത് കളിച്ച് നടക്കുന്ന ആ പന്ത് കളിയിൽ എങ്ങനെ ആത്മീയത കാണാം. പന്ത് കളിയിൽ വലിയൊരു തത്വമുണ്ട്, 3 ട്രിനിറ്റി എന്നാണ് ഞങ്ങൾ പറയുക ഫുട്ബോൾ കളിക്കുന്നവർ. ഫുട്ബോൾ കളിക്കുന്നവരോട് ചോദിച്ചാൽ അറിയുമെന്ന് വെച്ചാൽ പൊസഷൻ, പൊസിഷൻ, പാസിംഗ് എന്ന് പറയും. റൈറ്റ് പൊസഷൻ, റൈറ്റ് പൊസിഷൻ, റൈറ്റ് പാസിംഗ്. അപ്പോൾ ബോൾ പൊസസ് ചെയ്ത് വെച്ചിരിക്കേണ്ട ഒരാൾ, അത് കൂടുതൽ നേരം കൈവച്ചാൽ പൊസസീവ്നെസ്സായി, രോഗമായി. അപ്പോൾ റൈറ്റ് പൊസഷൻ വേണം. എന്നിട്ട് റൈറ്റ് പാസിംഗ് കാണിച്ച് കൊടുക്കണമെങ്കിൽ റൈറ്റ് പൊസിഷനിൽ ഒരാൾ വരണം. ആ പൊസിഷൻ കറക്റ്റായിട്ട് കാണിക്കുന്നവനെ പൊസസ് ചെയ്തിട്ടുള്ളവൻ പാസിംഗ് നൽകുകയുള്ളൂ. എൻ്റെ ലൈഫിൽ ഞാൻ അല്ലെങ്കിൽ അമ്മ കാണിച്ചു തന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പരാതി പറയണ്ട, യു ആർ നോട്ട് ഇൻ എ റൈറ്റ് പൊസിഷൻ. റൈറ്റ് പൊസിഷനിലാണെങ്കിൽ അമ്മ നമുക്ക് വേണ്ടതിലും എത്രയോ കോടി മടങ്ങോടെ കരുതി വെച്ചിട്ടുണ്ട്. അമ്മ അച്ഛൻ ആരാച്ച, നമുക്കത് ലഭിക്കാത്തത് നമ്മൾ പൊസിഷനിലല്ല. പൊസിഷനിലെത്തിയാൽ നിങ്ങൾക്ക് എന്തും ലഭിക്കും. അപ്പോൾ പൊസിഷനിലെത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്നതാണ് ഫുട്ബോളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാക്ടീസ്. ഇനി ആത്മീയതയിലേക്ക് വന്നാൽ സാധന എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ ഫുട്ബോൾ കളി കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടുന്ന ഒരു സ്കില്ല് ഞാൻ മണിക്കൂറുകളോളം പിന്നെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യും. പിന്നെ അമ്മയെ ഞാൻ അറിയാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങിയ ശേഷം നാമം എനിക്ക് വേണ്ടിടത്തോളം ചൊല്ലും. അതിനെനിക്ക് രാത്രിയില്ല, പകലില്ല, എനിക്കൊരു സമയമേ ഇല്ല. ഞാൻ അതിന് ജപം എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു സന്തോഷം. അതിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അമ്മ അങ്ങനെ ചിലത് തെളിയും. പിന്നെ ഞാൻ പല സ്ഥലത്തും ഞാൻ ആദ്യം ചെറുപ്പത്തിൽ കേട്ടിരിക്കുന്നത് ഈ ലളിതാ സഹസ്രനാമം പോലുള്ള സാധനമൊന്നും അങ്ങനെ വായിക്കരുത്, ഫുള്ള് വായിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും, സിലബസ് തെറ്റിയാൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഞാൻ പിന്നെ എനിക്ക് അവതാരികയിൽ എഴുതിയ പോലെ ഞാൻ അമ്മയുടെ കയ്യിൽ കൈയാണ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഞാനൊരു കുട്ടിയാണ്, എനിക്ക് നാവും എരിവും പുളിയൊക്കെ കൂട്ടണം, അതൊക്കെ തെറ്റും, അമ്മ നോക്കണം, അമ്മ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ് നമ്മൾ. പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായത് ശരിക്കും ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോൾ ലളിതാ സഹസ്രനാമം അമ്മമാരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അച്ഛനോട് വന്നിട്ട് പറഞ്ഞു എൻ്റെ മോനെ ഒന്ന് ശരിയാക്കണം, അവന് ഭക്തിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ ഞാൻ നോക്കുന്ന സമയത്ത് വീഡിയോ കളിക്കാൻ 4 തവണ പുറത്തേക്ക് പോയി. 3 മണിക്കൂർ ക്ലാസ്സാണ്. അങ്ങനെ ചായ കുടിക്കുന്ന സമയത്തൊരു 4ാം ക്ലാസ്സുകാരൻ പയ്യൻ വന്നിട്ട് പറഞ്ഞു സാറേ ഈ മുഗ്ധൗതന ആസക്ത ചിത്ത എന്ന് പറഞ്ഞാൽ എന്താ വെച്ചു. അപ്പം ഞാൻ നിൻ്റെ വീട്ടിൽ ആരാ ലളിതാ സഹസ്രനാമം ചൊല്ലണമെന്ന് ചോദിച്ചു. ആരും ചൊല്ലണില്ലേ പറഞ്ഞു. നീ എവിടെ നിന്നാണ് കേട്ടിക്കണു? ഞാൻ കേട്ടിട്ടില്ലേ പറഞ്ഞു. പിന്നെ എങ്ങനെയാടാ മോനെ നീ മുഗ്ധൗതന ആസക്ത ചിത്താന്ന് നീ എങ്ങനെ പറഞ്ഞു വെച്ചു. സാറ് ഇപ്പോൾ അല്ലെങ്കിൽ മാമൻ അങ്കിള് കുറച്ച് നേരം പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിൽ 2-3 വട്ടം പറഞ്ഞു എന്ന്. അന്നാണ് എൻ്റെ ഉള്ളിലേക്ക് അമ്മ ഒരു തോട്ടിട്ട് തന്നത്, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണ്ട,
വീട്ടിൽ നിങ്ങൾ ലളിതാ സഹസ്രനാമം വായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ശക്തി മൂലം നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ബാലാദേവിയായ ബാല പ്രവേശിക്കും. എന്നിട്ട് അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കും. സാധാരണ അമ്മമാർ ഇത് ഫുള്ള് എല്ലാം ചൊല്ലണം, അല്ലെങ്കിൽ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ 1000 നാമം എങ്ങനെ കുട്ടികൾ ചൊല്ലും? നമ്മളിതെന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുകയാണ്. ഈ തിരക്കിൻ്റെ ഇടയിലേക്ക് ക്ലാസ് കഴിഞ്ഞ് നിലമ്പൂരിൽ നിന്ന് കൂടെ എത്തണം, അവൻ വന്ന് സംസാരിക്കുകയാണ്. അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം തോന്നുന്നു. ഇങ്ങനെയാണോ അമ്മ എന്ന് ആ കുട്ടി പറയുമ്പോൾ, ഒരു നാമം എവിടെയോ ആരോ പറഞ്ഞത് കേട്ടത് ഒരു കുട്ടിയുടെ ഉള്ളിൽ ഇതൊക്കെ വിരിയിക്കുമെങ്കിൽ അമ്മേനെ എന്ത് പറഞ്ഞിട്ട് നമ്മൾ അകറ്റി നിർത്തണം? അല്ലെങ്കിൽ അമ്മേനെ ആർക്കും അകറ്റി? ഇതാണ് എൻ്റെ ഉറപ്പുണ്ടായത്. പിന്നൊരു നടപ്പാണ്, ഒരു പോക്കാണ്. വായന, സന്തോഷം. പിന്നെ അമ്മ ഓരോന്നിങ്ങനെ തോന്നിക്കും. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ ചില നാമങ്ങൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പരീക്ഷിക്കാൻ തുടങ്ങി. പരീക്ഷിക്കുമ്പോൾ നമുക്ക് സന്തോഷം, അത് പറഞ്ഞു കൊടുത്തവർക്ക് സന്തോഷം. ഇതെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായത് അത് ഞാനിതിലേക്ക് എത്തുന്നതിന് മുന്നേ, ഞാൻ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് എൻ്റെ വളരെ ജൂനിയറായിട്ടുള്ളൊരു പയ്യൻ എൻ്റെ അമ്മേനെ തെറി വിളിച്ചു. കളിയുടെ ഇടയിലുള്ളൊരു ചെറിയ ക്ലാഷ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് മാപ്പ് പറയാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ കൂടെ കളിക്കുന്ന എൻ്റെ പ്രായമുള്ള ആൾക്കാർ, നീ സീനിയറാണ്, അവൻ ജൂനിയറാണ്, അവൻ നിന്നെ അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് നീ അവനോട് മാപ്പ് പറയരുത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേനെയൊക്കെ അവൻ തെറി വിളിച്ചുവെങ്കിൽ എൻ്റെ എന്തോ പ്രവൃത്തി അവന് പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അമ്മേനെ വിളിക്കേണ്ട, സീനിയറായിട്ടുള്ളൊരു പ്ലെയറെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് ഞാനൊരു സോറി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവനോട് പോയി പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ ക്ഷമിക്ക്, നീ വേണമെങ്കിൽ നിൻ്റെ അമ്മേനെ 4 തെറിയും കൂടി പറഞ്ഞോന്നോ. ഇവൻ ഇങ്ങനെയാണ് നോക്കിയാൽ ഹരീഷേട്ടാന്ന് പറഞ്ഞ ഒറ്റ കരച്ചിലാ. അതോടുകൂടി എൻ്റെ ഏറ്റവും അടുത്തൊരു അനിയനായി അവൻ. അപ്പോൾ അമ്മ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ നിത്യതൃപ്ത എന്നൊക്കെ പറയുന്ന നാമത്തിൻ്റെ സാധനം, നമ്മൾ എന്തെങ്കിലും വാക്ക് കേട്ട് നമ്മൾ അവനോട് ദേഷ്യം വെച്ചാൽ എൻ്റെ ഉള്ളിൽ നിത്യമായി തൃപ്തയായി നിൽക്കുന്ന അമ്മയ്ക്കത് ശരിയല്ല. അങ്ങനെ പറയുന്ന ഒരാളെയാണ് അങ്ങനെ എനിക്ക് ഇങ്ങനെ ഓരോന്ന് ദൈവം അല്ലെങ്കിൽ അമ്മ കാണിച്ചു തരാണ്. എനിക്ക് തോന്നുന്നു അങ്ങ് ഓഡിയോ എനിക്ക് അയച്ചു ഓർമ്മല്ലോ, ഓം ശോഭിനി നമ്മ ആ ഒരു ചാപ്റ്റർ വായിച്ചിട്ട് ഞാനൊരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക, വളരെ ഹൃദയസ്പർശിയായിട്ടൊരു ലൈനാണ്. ജീവിതത്തിലേക്ക് വിളക്കി ചേർക്കണമെങ്കിൽ ദേശത്തിൽ സ്നേഹവും, ദുഃഖത്തിൽ സന്തോഷവും, ഇണക്കത്തിൽ പിണക്കവും, ഗൗരവത്തിൽ ഹാസ്യവും കാണാൻ ശ്രമിക്കുക. അതിൽ ശരിക്ക് പ്രേംജി, ഈ ദുഃഖം സുഖം എന്ന് പറഞ്ഞ വാക്ക് തന്നെ മനോഹരമായ വാക്കാണ്. ഖം എന്ന് പറഞ്ഞ ആകാശമാണ്. ദുഃഖത്തിലും ഖമുണ്ട്, സുഖത്തിലും ഖമുണ്ട്. സുന്ദരമായ കാര്യങ്ങൾ നമുക്ക് ബോധപൂർവം നമ്മുടെ ജീവിതമാകുന്ന സ്പേസിലേക്ക് കൂട്ടിച്ചേർക്കാൻ കഴിഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയും, വിട്ടുകൊടുക്കാൻ കഴിയും. ദുഷിച്ച കാര്യങ്ങൾ നമ്മുടെ സ്പേസിലേക്ക് ചേർക്കാൻ കഴിഞ്ഞാൽ നമ്മളിൽ അഹങ്കാരമൊക്കെ. അപ്പോൾ ഖം അവിടെയുണ്ട്. ഹൗ യു ആർ യൂസിങ് ദാറ്റ് ഖം എന്നുള്ളതാണ് അതിൻ്റെ രഹസ്യം. ആ ഖമ്മിനെ ഉപയോഗിക്കാൻ അറിഞ്ഞാൽ അവിടെ ആകാശത്തെ അച്ഛനമ്മേനെയും കാണാം. ആകാശം ശിവനാണല്ലോ, പിന്നെ അതിലെ മാനിഫെസ്റ്റേഷനും തരംഗമൊക്കെ ദേവിയാണല്ലോ. അപ്പോൾ വിട്ടുകൊടുക്കണം. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട്, മക്കളെ നിങ്ങൾ അമ്മയോട് ദേഷ്യപ്പെട്ട് ഒരു ദിവസം പിണങ്ങിയിരിക്കുമ്പോൾ അത്രയും മണിക്കൂർ നേരം നിങ്ങളുടെ ഉള്ളിൽ രോഗം, ഇമോഷണലി ഇംബാലൻസ് കാരണം ഉണ്ടാവുകയാണ്. അപ്പോൾ അമ്മയോട് ദേഷ്യപ്പെട്ടാൽ അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് സോറി പറയാൻ കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ദേഷ്യമെന്ന അസുരൻ്റെ തലയിറക്കാൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. പല കുട്ടികളും ഇത് പ്രാക്ടീസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വല്ലാത്ത സന്തോഷം സാറേ, ഞാൻ എൻ്റെ അമ്മയോടാണല്ലേ ദേഷ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ ചിരിച്ച് ദേഷ്യപ്പെട്, എന്നിട്ട് അമ്മോട് പറയും എന്നെ തല്ലണേ തല്ല് എന്ന് പറയും. അപ്പോൾ അമ്മയ്ക്കാണ് ചിരി വരിക. അപ്പോൾ ഇത് ഞാൻ ക്ലാസ്സുകളിൽ ഇത് ഇൻഡയറക്റ്റായിട്ട് കുട്ടികളോട് പറയുമ്പോൾ കുട്ടികളത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പഠിച്ചത്, എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ ഉറങ്ങുന്നത് വരെ എനിക്ക് ദേവിയെ കിട്ടണം, എനിക്ക് ശിവനെ കിട്ടണം, അല്ലെങ്കിൽ ആ സന്തോഷം കിട്ടണം. നിങ്ങൾക്ക് എന്ത് പേരിട്ടും വിളിക്കാം. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ജപിക്കുമ്പോഴോ സാധന ചെയ്യുമ്പോഴോ ഒക്കെ എന്നിട്ട് പിന്നെ എന്താ ചെയ്യണത്? അത് ഞാൻ ഏറ്റവും മനോഹരമായിട്ട് മനസ്സിലാക്കിയത് ഒരു സ്വീഡൻകാരനുണ്ട്, ജോസഫ് അങ്കിൾ എന്ന് ഞാൻ വിളിക്കുക. അദ്ദേഹം നമ്മൾ പരിചയപ്പെട്ട് ഞാനും പ്രേംബായും കൂടി പോയി കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം വന്നിട്ടൊരു ചന്ദനത്തിൽ എത്തിക്കും. എന്നിട്ട് എന്നെയും കാണിക്കും, നിങ്ങളെയും കാണിക്കും. അവിടെ ശിവൻ നാരണൂരൊക്കെ ഉണ്ട് കേട്ടോ, അവരൊക്കെ കാണിക്കും. എന്നിട്ട് പറയും നമുക്ക് സത്സംഗ് തുടങ്ങാം. നാരായണഗുരുവിൻ്റെ ഫോട്ടോ അങ്ങനെ കാണിച്ചു തന്നിട്ട്
എന്നോട് ചോദിച്ചു ഇതാരാന്ന് വെച്ചു. അപ്പം ഞാൻ ചോദിച്ചു ഇതാരാന്നറിയാതെയാണോ അങ്ങ് ഈ ഫോട്ടോ വെച്ചിരിക്കുന്നത്? അതെ. പിന്നെ എന്താ മേടിച്ചേക്കാൻ കാരണം? ഞാൻ സ്വീഡനിൽ നിന്ന് വന്നപ്പോൾ ഏതൊരു കടയിൽ ഈ ഫോട്ടോ കണ്ടു. അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ആളെന്ന് മനസ്സിലായിരുന്നു. ഇവിടെ കേരളത്തിൽ ജനിച്ച നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മളാണല്ലോ. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരു വാട്ടർ ബോട്ടിൽ എഴുതിയതിനുള്ള ഐ ലവ് യു എന്ന് എഴുതിയിട്ട് അദ്ദേഹം കുടിക്കൂ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കല്ല് വീണിട്ട് ഇവിടെ നിന്ന് മാംസം കൂടെ അടർന്നു പോയി. എന്നിട്ട് തുടയുന്നൊരു കഷ്ണം എടുത്തിട്ടാണ് വെക്കണത്. അപ്പോൾ ചുറ്റും നിന്നുള്ളവർ പറഞ്ഞു അയ്യോ ജോസഫ് അങ്കിൾ ബാഡ് ലക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യൻ മാംസം അടർന്നു പോയിട്ട് ഈ മാംസം അങ്ങനെ പിടിച്ചിരിക്കണ മനുഷ്യൻ പറയണേ വാട്ട് നോൺ സെൻസ് ആർ യു ടോക്കിംഗ്, ദിസ് ഈസ് നോട്ട് ബാഡ് ലക്ക്, ദിസ് ഈസ് ഗുഡ് ലക്ക്, ഇഫ് ഇറ്റ് ഈസ് ബാഡ് ലക്ക് ഐ ലൂസ് മൈ ഹെഡ് ഇന്ന് കൈ പൊളിഞ്ഞ് നിൽക്കുമ്പോഴാണ് പറഞ്ഞത്. എന്നിട്ട് ഇതറിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം എന്നിട്ട് ഞാൻ ചോദിച്ചു ജോസഫ് അങ്കിൾ ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് തരണമെന്ന് വെച്ചു. പറഞ്ഞു വേണ്ട ഹരീഷ്, ജോസഫിനെ ജോസഫ് സഹായിക്കണം. അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവരെ നമ്മൾ കാണുമ്പോൾ അവർക്ക് ഡേ ടു ഡേ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് ദേവിയാണ്, ശിവനാണ്, അല്ലെങ്കിൽ ഭക്തിയാണ്, അല്ലെങ്കിൽ ഇഷ്ടമാണ്. ഇതാണ് എന്നെ വശീകരിച്ച ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഹുക്കിംഗ് പോയിന്റ്. ഇത് ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴേ ഇപ്പം അങ്ങീ ബുക്കിൽ എനിക്ക് തോന്നുന്നു ബുക്കിൽ 1000 നാമത്തിൽ 100 നാമങ്ങൾ 100 നാമങ്ങൾ കവർ ചെയ്തിട്ട് 100 അതിലൊരു സ്റ്റാൻസ് എടുത്തിട്ട് ഒരു നാമമായിട്ടില്ല. അപ്പം അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്പർ 27 നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു സാധാരണ പങ്ക് ഒരു ഗൃഹസ്ഥം അല്ലേ, ഒരു വീട്ടിൽ നോക്കുന്ന ഒരു അച്ഛനാണ്. 2 ആൺകുട്ടികളുണ്ട് അങ്ങേക്ക്. അപ്പോൾ അങ്ങേപ്പോലത്തെ ഒരാൾ ഇതിനെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് അബ്സോർവ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ കുടുംബത്തിലൊക്കെ തന്നെ? ക്ഷോഭിണി എന്നുള്ള നാമല്ലേ പറയുന്നത്. അപ്പോൾ ക്ഷോഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യം എന്നൊരർത്ഥമെടുക്കാം, ചലനം എന്നൊരർത്ഥമെടുക്കാം. അതെ. അപ്പോൾ ചലനം ഉണ്ടാക്കുന്നവൾ എന്നുള്ളതാണല്ലോ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് സപ്പോർട്ട് വേണ്ടത്? തോറ്റ് നിൽക്കുമ്പോഴോ ജയിച്ച് നിൽക്കുമ്പോഴോ? തോറ്റ് നിൽക്കുമ്പോൾ സ്വന്തം മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരച്ഛനും അമ്മയും ആയാൽ അവരുടെ ക്ഷോഭിണ്യെ ഉജ്ജ്വലമാണ്. ഇതെൻ്റെ മോനും ഞാനും കൂടി കീം എക്സാമിനേഷന് പോവാണ്. അപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു കീമ് പരീക്ഷയ്ക്കല്ലേ പോകണം ചോദിച്ചു. അപ്പോൾ ചോദിച്ചാൽ അതിനെന്താണെന്ന് വെച്ചു. അല്ല നെഗറ്റീവ് മാർക്കുണ്ടേ, അപ്പോൾ എഴുതി തെറ്റിയാൽ ഞാൻ പറഞ്ഞു എന്നാൽ ഈ എല്ലാം എഴുതണ്ട. അപ്പോൾ പിന്നെ ശരിയായാലോ, അപ്പോൾ മാർക്ക് കിട്ടില്ലേ, അപ്പോൾ നീ എല്ലാം എഴുതിക്കോ. അപ്പോൾ അവൻ ചോദിച്ചു അച്ഛൻ എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു വെച്ചു. അപ്പോൾ ഞാൻ വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് സ്വന്തം മോനായിട്ട് ഫ്രീ ആയിട്ട് 2 മോട്ടിവേഷൻ കൊടുത്തു. നീ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക, ഇത് എല്ലാം ആൻസർ ചെയ്യണോ? എല്ലാം ആൻസർ ചെയ്യണമെന്നാണ് നിൻ്റെ മനസ്സ് പറയുന്നതെങ്കിൽ എല്ലാം ആൻസർ ചെയ്യുക. ഒന്നും എഴുതണ്ടെന്ന് നിൻ്റെ മനസ്സ് പറയുന്നത് വെച്ചാൽ ഒന്നും എഴുതണ്ട. എന്ത് ചെയ്താലും അച്ഛൻ നിൻ്റെ ഒപ്പമുണ്ട്. എൻ്റെ മുഖത്തൊരു കോൺഫിഡൻസ് വരികയും ഒരു ഒറ്റ പോക്കാണ്. എന്നിട്ട് 75 എണ്ണത്തിന് ആൻസർ ചെയ്തു. എന്നിട്ട് എൻ്റെ ഇപ്പോൾ പഠിക്കുന്ന കോളേജിലെ HODൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്ത് അദ്ദേഹം ചോദിച്ചു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഈ നമ്മുടെ കേരളക്കാരെ മറുപടി കുഴപ്പമില്ല എന്നാണല്ലോ. ഇവിടെ എപ്പോഴും കുഴപ്പമാണ് നമുക്ക്. തമിഴാണെങ്കിൽ നല്ലവർക്ക് അറിയാം. അപ്പം കുഴപ്പമില്ല. ഇതൊക്കെ വേർഡ് ഈസ് പ്രഗ്നൻ്റ് വിത്ത് മെനി മീനിങ്. ഇത് ശരിക്ക് ദേവിയുമായി ബന്ധപ്പെട്ട നമ്മൾ പെറിഫറൽ മീനിങ്ങാണ് കാണുന്നത് വെച്ചാൽ മൊത്തം കൊള. ഇന്നർ മീനിങ് ഭാരതത്തിൻ്റെ ഒരു കുഴപ്പം എന്താണ്? ഇന്നർ മീനിങ്സ് വെച്ചിട്ട് കളിച്ച ഒരു രാജ്യമാണ് നമ്മുടെ നാട്. പരസ്യമായിട്ട് അങ്ങോട്ട് ചെയ്താലും ഒന്നും മനസ്സിലാവാത്തതാണ് രഹസ്യം. നമ്മളെ സംബന്ധിച്ച് രഹസ്യമായിട്ട് ചെയ്യേണ്ടതല്ല. നമ്മുടെ അവിടുത്തെ എല്ലാ രഹസ്യതർപ്പണ തർപ്പിത എന്ന് പറയുന്ന നാമം ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാം. പക്ഷെ അതൊക്കെ പരസ്യമായിട്ട് നമുക്ക് കൊണ്ട് പൂർവ്വീർ തന്നിക്കാണ്. പക്ഷെ അത് പരസ്യമായിട്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവില്ല. കാരണം അതിലെ രഹസ്യം അത്രയും ഗോപ്യമാണ്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു HOD എത്ര എണ്ണത്തിന് ആൻസർ ചെയ്ത് വെച്ചു? 75. അപ്പോൾ HOD ചോദിച്ചു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല മോനെ, നെഗറ്റീവ് മാർക്കില്ലേ, ഈ മണ്ടത്തരൊക്കെ എന്നോട് ആരാ പറഞ്ഞെന്ന് വെച്ചു. അപ്പോൾ ആരെ നോക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് കോളേജുകളിലും സ്കൂളിലും പറയുമ്പോൾ പ്രേംജി കുട്ടികൾ കരയും. കാരണം പരീക്ഷ തോറ്റു വരുമ്പോഴല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത്. ഇതെന്താ പേരൻസിന് മനസ്സിലാവാത്ത? പറയൽ എളുപ്പമാണ് കേട്ടോ, ചെയ്യൽ അത്ര എളുപ്പമല്ല. ഞാൻ മക്കളോട് പറയും പരീക്ഷ തോറ്റു വരുമ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും പറയാണ് കുഴപ്പമില്ല ഞങ്ങളുണ്ട് കൂടെ. അങ്ങനെ 4 പ്രാവശ്യം പരീക്ഷ തോറ്റിട്ടും ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക മോട്ടിവേഷൻ വർക്ക് ചെയ്യും. അപ്പോൾ പിള്ളേരേക്ക് അതെന്താണെന്ന് നമ്മുടെ നാട്ടിലൊരു വാക്കുണ്ട് ഉളുപ്പ് എന്ന് പറയാം. ലേശം ഉളുപ്പുണ്ടെങ്കിൽ പിന്നെ പഠിക്കും.
ആ പിള്ളേർ പറയും ഇത് ഭയങ്കര പോയിൻ്റായല്ലോ. നമുക്ക് തോറ്റ് നിൽക്കുമ്പോഴല്ലേ എൻ്റെ ഭാര്യ വന്ന് എൻ്റെ ഹസ്ബൻഡ് വന്ന് എൻ്റെ ഒരു കൈ പിടിച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞു. ഇത് രക്ഷകർത്താക്കൾക്ക് മനസ്സിലായാൽ ശോഭിന്യെ എന്ന് പറയുന്ന നാമം അമ്മയും അച്ഛൻ്റെയും രൂപത്തിൽ ഗ്രേറ്റ് പാരൻറ്റിംഗ് ആയിട്ട് പാരൻ്റ്ഹുഡായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ മുഴുവൻ വീശിയടിക്കും. അത് നമ്മുടെ വികാരങ്ങളെ എങ്ങനെ ഉപയോഗിക്കണമെന്നറിയണം. വികാരത്താൽ ഉപയോഗിക്കപ്പെടരുത്. ഇപ്പം ഇതിൽ അങ്ങ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഈ ബുക്കിൽ വളരെ എന്താ പറയുക, നമ്മൾ മറ്റുള്ള ബുക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് അങ്ങ് എഴുതിയിട്ടുള്ളത് പലതും ഒരു വാക്കുകളുടെ നേരിട്ടുള്ള ഒരു മീനിങ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് വായിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഈ വാചകം ഇപ്പോൾ ഇതിൽ തൊട്ട് മുന്നിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ ഘനം, അല്ലേ, ഓം വിജ്ഞാന ഘന രൂപിണ്യേ നമഃ. ഓക്കെ, നമ്മൾ ചൊല്ലുന്ന സമയത്തൊക്കെ നമുക്ക് പലതും മനസ്സിലൂടെ പോകും, അല്ലേ? നമുക്ക് ചൊല്ലുന്ന സമയത്തൊക്കെ ഞാൻ എൻ്റെ പ്രീഡിഗ്രി കാലത്താണ് തുടങ്ങുന്നത്. വിജ്ഞാനം അഥവാ ചൈതന്യം ഘനമായി രൂപം ധരിച്ചവൾ. ഘനമില്ലായ്മണ്ടേ. അപ്പം ഈ ഘനമായി രൂപം ധരിച്ചവൾ എന്ന് പറയുന്ന സമയത്ത് അങ്ങ് പിക്ക് ചെയ്യുന്നത് ഈ ഘനമാണ്. വിജ്ഞാനത്തെപ്പറ്റി അങ്ങ് ബോധവാനാണ്, അപ്പോൾ അത് നമുക്ക് പറഞ്ഞു തരേണ്ടതില്ല. അഥവാ ചൈതന്യത്തെ പറ്റിയും പറഞ്ഞു തരേണ്ടതില്ല. പക്ഷെ അങ്ങ് പിക്ക് ചെയ്യുന്നത് ആ ഘനം എന്നുള്ള ഒറ്റ വാക്കിലാണ്. അത് ഞാൻ വായിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് വായിച്ചു കഴിയുമ്പോൾ ചിലർ നമ്മൾ മനസ്സിലേക്ക് കയറി വരും. അപ്പം അങ്ങ് പറയേണ്ടായിരുന്നു, ഇതിൽ പല കഥാപാത്രങ്ങളും എൻ്റെ കൂട്ടുകാരാണ്, എൻ്റെ അയൽവാസികളാണ്, എൻ്റെ സ്റ്റുഡൻസാണ്. അങ്ങ് പറിച്ച് നടുകയാണ് ചെയ്യുന്നത്, അല്ലേ? അവരെ പറിച്ച് ഇവിടെ നട്ടിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തത് വായിക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സൊന്നും തീരെ പോകുന്നില്ല. കാരണം ഒരു ലളിത സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനമേ അല്ലത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലളിത സഹസ്രനാമം അങ്ങ് എങ്ങനെയാണോ കൺസീവ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ശരിക്കും അങ്ങനെ ഇതിനെ പറയാൻ പറ്റുള്ളൂ. ആസ്വാദനം പോലും പറയാൻ പറ്റില്ല, വ്യാഖ്യാനമൊന്നും പറയാൻ പറ്റില്ല. അങ്ങ് ദേവീനെ എന്താ കൺസീവ് ചെയ്തത്, അല്ലാതെ അതിൻ്റെ റൂമും അളവുകോലൊക്കെ വെച്ച് അളന്നിട്ടല്ല. ഇത് എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ. ഇതിലങ്ങ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ മനുഷ്യൻ്റെ ബോധതലത്തിൽ മനുഷ്യൻ ഒരു ഇൻബോൺ അഹങ്കാരിയാണ്, അല്ലേ? അതെങ്ങനെ ഈ ഒരു സാധനം അങ്ങ് ഘടിപ്പിച്ചെടുക്കുന്നത്? ഇപ്പം ഈ ഘനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഘടന ഉണ്ടാക്കിയെടുക്കണമല്ലോ, അതെങ്ങനെ സാധിച്ചു? ശരിക്കും നമ്മുടെ ശരീരമെന്ന് പറയുന്ന ഘനം, ഇപ്പോൾ ഞാൻ 73 കിലോ, അങ്ങ് പ്രേംജി ഏകദേശം അത്ര കൂട്ടാൻ മതി. ഈ ഘനം ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉള്ളിൽ എൻ്റെ ചൈതന്യമെന്ന ഘനമില്ലായ്മയുണ്ട്. ആ ചൈതന്യമെന്ന ഘനമില്ലായ്മയെ അറിഞ്ഞാൽ പിന്നെ എൻ്റെ ഈ ശരീരം കൊണ്ട് ഒരു ഘനവും കാണിക്കാൻ പറ്റില്ല, എനിക്ക് അഹങ്കരിക്കാൻ പറ്റില്ല. അമ്മയുടെ തന്നെ സൃഷ്ടിയാണ് എല്ലാം എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് അവർക്കത് ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നില്ല? ഇത് ഞാൻ പരീക്ഷിക്കുക, എൻ്റെ ചുറ്റുമുള്ള കുട്ടികളിൽ, അല്ലെങ്കിൽ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാൻ. ഞങ്ങൾ നെഹ്റു കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി 3 ദിവസത്തെ ക്യാമ്പാണ്. +2 കുട്ടികൾ വന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 15 അമ്മമാർ സ്വീപ്പ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഞാൻ പരിചയപ്പെട്ട കുറച്ച് ആൺകുട്ടികളെ ക്യാമ്പ് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ പോയിട്ടേ ആ അമ്മമാരുടെ ചേച്ചിമാരുടെ ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ മക്കൾ പറഞ്ഞു, അതെന്തിനാ സാറേ, ചോദിക്കേ. അപ്പോൾ അവർ എന്തിനാന്ന് ചോദിക്കുമ്പോൾ പറയും, നിങ്ങൾ പറയണം ഈ കോളേജ് ഇത്രയും മനോഹരമായി നിലനിർത്തുന്നത് നിങ്ങളല്ലേ, ഞങ്ങളൊരു സെൽഫി എടുത്തോട്ടെ പ്ലീസ്, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം, എന്നിട്ട് പോയി വാ, എന്നിട്ട് നിങ്ങളുടെ അനുഭവം പറയേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിള്ളേരെ വിട്ടു. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ചേച്ചിമാർ എന്താണെന്ന് ചോദിക്കുന്നു. ഇവർ ചോദിക്കുന്നിട്ട് ഒരു മുഖം ഇങ്ങനെ മാറണു, ഞങ്ങൾക്കൊപ്പോ ഒന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ചൂലൊക്കെ അവിടെ ഇട്ടിട്ട് ഈ 15 പേർക്ക് പറയുമ്പോൾ തന്നെ കോരിത്തിരിക്കണം. 15 പേരിങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ ഭൂരിഭാഗം അമ്മമാരും കണ്ണ് തുടക്കുകയാണ്. കാരണം ഇന്നേ വരെ അവിടുത്തെ ആ നെഹ്റു കോളേജിൻ്റെ MD റോഡ് എടുത്തിട്ടുണ്ടാവും, പല സെലിബ്രിറ്റീസിൻ്റെ കൂടെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. അവരുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകി ചിലർ കെട്ടിപ്പിടിക്കുകയും ചെയ്തു മക്കളെ. എന്നിട്ട് ഞാൻ മക്കളോട് പോയി വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചു. എല്ലാ കുട്ടികളും പറഞ്ഞത്, സാറേ ഒരു ഫുൾനെസ് എന്നൊക്കെ നമ്മൾ മുതിർന്നവർ പറഞ്ഞിട്ടുണ്ട്, ഒരു നിറവ്, അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ അമ്മമാർ ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരുടെ മനസ്സ് മാറുകയും ഞങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ തരുന്നു. ഇങ്ങനെ ചുറ്റുമുള്ളവരോട്
നമുക്ക് ഖനമില്ലാതെ പെരുമാറാൻ പ്രേംജി എന്ന് കഴിയുന്നുവോ വിജ്ഞാന ഖനരൂപിണി നമുക്കൊപ്പം നൃത്തം ചെയ്യും. പക്ഷെ ഇതിൽ പറഞ്ഞ കഥകൾ കുറച്ച് വ്യത്യാസമുണ്ട്. ആഴമേറിയതാണ് അത്. അതേപോലെ തന്നെ ഞാൻ വളരെ എനിക്ക് ഇതിലേറ്റവും കൂടുതൽ സാധാരണ എല്ലാ നാമങ്ങളും അങ്ങ് ഒരു 1-2 പേജിൽ ഒതുക്കുന്നത് അല്ല ആണ് എഴുതിയിട്ടില്ലെങ്കിൽ ദീപം എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കവർ പേജിനെ പോലും അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അങ്ങ് അത് എഴുതിയിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റും. അപ്പോൾ ഓം ത്രികോണാന്തര ദീപികായി നമഃ. ഈ ത്രികോണത്തിൽ അല്ലെങ്കിൽ മൂലാധാരത്തിലെ ദീപമായി പ്രകാശിക്കുന്നവൾ അല്ലേ. ഈ ദീപത്തിന് ഒത്തിരി പ്രാധാന്യം നമ്മുടെ ജീവിതത്തിലുണ്ട് അല്ലേ. അങ്ങയുടെ ജീവിതത്തിലായാലും നമ്മളുടെ ജീവിതത്തിലായാലും കാണുന്ന പ്രേക്ഷകരുടെ ജീവിതത്തിൽ ദീപത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ആണ്. അതങ്ങ് ഏകദേശം എനിക്ക് തോന്നുന്നു 2-3-4 പേജോളം അതിനെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. വായനക്കാരൻ നിലയിൽ ഞാൻ ശ്രദ്ധിച്ച സമയത്ത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ആ 3 മണ്ഡലങ്ങളും ചക്രങ്ങളും എല്ലാം അങ്ങ് ഉൾപ്പെടുത്തി പറയുന്നത്. എന്താണ് അതിൻ്റെ ഒരു കോൺസെപ്റ്റ്? ആ ഒരു കോൺസെപ്റ്റലൈസേഷൻ എങ്ങനെ വന്നു? അത് ത്രികോണം ചിലത് നമുക്കിങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ നോക്കാറുണ്ട് ഞാൻ എന്ത് എഴുതിയെന്ന്. പിന്നെ ചില സ്കൂളുകളിൽ കോളേജുകളിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് ഞാൻ അരമണിക്കൂർ ഞാൻ PPT ഉപയോഗിക്കാത്ത ആളാണ്, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ. കാരണം കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ പറയലാണ് എൻ്റെ രീതി. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് എൻ്റെ PPTനെ പറഞ്ഞു തീർക്കണം. കുട്ടികൾ എന്ത് ചോദ്യം ചോദിക്കും എന്നെനിക്കറിയില്ല. കുട്ടികൾ ചോദ്യം ചോദിച്ച് ഞാനതിന് മറുപടി പറയുമ്പോൾ അത് അവരുടെ ക്ലാസ്സാവും. അതല്ലെങ്കിൽ ട്രെയിനർ എന്ന് പറയുന്ന ആളെ സഹിക്കേണ്ട ക്ലാസ്സാണത്. 99% അങ്ങനെയാണ് കുട്ടികൾ എന്നോട് പറഞ്ഞത്. വലിയ ബോറടിയാണ് ഈ പരിപാടി. അപ്പോൾ ഇതൊരു ത്രികോണമാണ്. ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ അവർ തമ്മിലുള്ള ബന്ധം, ഞാൻ എൻ്റെ ഭാര്യ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള ബന്ധം, ഞാൻ എൻ്റെ സ്വപ്നം അത് ഫുൾഫിൽ ചെയ്യാനുള്ള സാധനം, പ്രേംഭായ് എന്ന് ഞാൻ ഇപ്പോൾ അനിയനായി കരുതുന്ന അങ്ങയുടെ യതീഷ എന്ന് പറയുന്ന സ്വപ്നം അത് ഫുൾഫിൽ ചെയ്ത, ഇങ്ങനെ നമ്മൾ ലൈഫിൽ എന്തെടുത്താലും ത്രികോണമാണ്. ഈ ത്രികോണത്തിൻ്റെ കളി മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ആ ത്രികോണത്തിന് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പോൾ ഞാനും അങ്ങേയും കാണുമ്പോൾ പല്ല് കടിക്കുകയും ഞാൻ ഒളിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ധത്തിൽ എന്തോ വിള്ളൽ വന്നു. അപ്പോൾ ആ ത്രികോണത്തിലെ ദീപം മങ്ങി. ഈ പഴയ റാന്തൽ വിളക്കായിട്ട് എടുക്കുക അതിനെ. എന്നിട്ട് അതിൽ നമ്മൾ ഇന്നത്തെ കുട്ടികൾക്ക് അറിയുമെന്ന് വെച്ചാൽ തുടയ്ക്കും. അപ്പോൾ തുടർച്ച മങ്ങൽ മാറും. അപ്പോൾ ഒരാളെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇമോഷണൽ ബാഗേജ് ഉണ്ടെങ്കിലാണ് ഈ മങ്ങൽ. അപ്പോൾ ദീപം അവിടെ ഉണ്ട്, അമ്മ അവിടെ കത്തി നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഇടപാടുകളൊക്കെ തന്നെ കൊളാക്കി. അപ്പോൾ അത് നമ്മളൊന്ന് തുടച്ചാൽ എല്ലാ ഇടപാടും ക്ലിയറായി. ഇങ്ങനെ നിത്യജീവിതത്തിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്താ പറയുക, ഒരു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു മെത്തേഡാണത്. ഈ ത്രികോണാന്തര ദീപിക എന്ന് പറയുമ്പോൾ മൂലാധാരത്തിൽ ദീപമായി നിൽക്കുന്നവൾ എന്ന് പറയുമ്പോൾ ലളിതാ സഹസ്രനാമം വെച്ചിട്ട് ഇങ്ങടെ പിടിക്കണേ. അത് നമുക്ക് സംസാരിക്കേണ്ട ഒരു വാക്കാണ് അല്ലേ. ഇവിടെ വിശുദ്ധി ചക്ര നിലയ എന്ന് പറഞ്ഞിട്ട് മറ്റേത് നമ്മൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ മൂലാധാരത്തിൽ നിന്ന് ഇങ്ങോട്ട് പോയി. അതെ. അപ്പൊ മൂലാധാരം എന്തുകൊണ്ടാണ് വിശുദ്ധിക്ക് ആദ്യം നമ്മൾ വരുന്നത്? വിശുദ്ധി ശരിക്കും ആകാശമല്ലേ പ്രേംജി? അതെ. ആകാശം വാക്കുമായിട്ടാണ് ബന്ധം, ശബ്ദത്തിനായിട്ട്. അതെ. പിന്നെ വായു സ്പർശം, അഗ്നി രൂപം, ജലം ടേസ്റ്റ്, ഭൂമി രൂപം. എൻ്റെ അച്ഛനും അമ്മയുടെയും ചിന്ത, വാക്കിൻ്റെ സൂക്ഷ്മമാണ് ചിന്ത. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സാകുന്ന സ്പേസിൽ അടുത്ത ഒരു പ്രൊഡക്ഷൻ നടത്തണം എന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യണതാണ് ഷോഡശ. ചിന്തിക്കാതെ സംഭവിക്കണ അബദ്ധമാണ്, പോട്ടെ. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, ഇഫ് യു ആർ പ്രൊക്രിയേറ്റിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ വിത്തൗട്ട് പ്രയർഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ ഇറ്റ് മേ ബി കർസ് ഫോർ ദ ഹ്യൂമാനിറ്റി. കാരണം നല്ല സാമ്പാർ ഉണ്ടാക്കാൻ അറിയുന്ന അമ്മ സാമ്പാർ ഉണ്ടാക്കുന്നത് പോലെ അടുത്ത ജനറേഷനെ സൃഷ്ടിക്കണം. അപ്പോൾ ആ രാജ്യം അതിവിടെ എഴുതി വെച്ച രാജ്യമാണ്. അപ്പോൾ വാക്ക്, ആ ആകാശമെന്ന മനസ്സിൽ ചിന്തയുണ്ടായി, ശരീരമെന്ന് പറയുന്ന സ്പർശമുണ്ടായി, അഗ്നി ജ്വലിച്ച് കുഞ്ഞെന്ന രൂപമുണ്ടായി, അതിന് ടേസ്റ്റാകുന്ന പലതും വന്ന് അവൻ്റെ ഭൂമി രൂപപ്പെടുകയാണ്. അപ്പോൾ ആകാശമാണ് നമ്മൾ ആദ്യം ശുദ്ധീകരിക്കേണ്ടത്. ആകാശം ശുദ്ധീകരിക്കണേ വാക്ശുദ്ധി വേണം. സത്യമേ പറയാവൂ എന്ന് പഴയ ആൾക്കാർ ഒറ്റ വാക്കിൽ പറഞ്ഞത് ഈ മൊത്തം ചക്രത്തെ വെച്ചിട്ടാണ്. അപ്പോൾ സത്യം നിങ്ങളൊരു 6 മാസം പറഞ്ഞിട്ട് വെറുതെ, ഞാൻ കുറച്ച് കാലത്ത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചിലപ്പോൾ വൈഫിനോട് പറയും, ഞാൻ അന്നവിടെ ഉച്ചയ്ക്ക് ഉണ്ടാവും, ഞാൻ ഉച്ചയ്ക്ക് ഊണൊക്കെ ഉണ്ടാവില്ല കേട്ടോ പറയും.
അന്ന് എൻ്റെ ഒരു കൂട്ടുകാരനെ നിർബന്ധിച്ച് ഊണ് മേടിച്ചെന്നുണ്ടാവും. എനിക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ വാക്ശുദ്ധി, ജിഹ്വാസാധന എന്ന് വേണമെങ്കിൽ അതിനെ ആ ഭാഷയിൽ പറയാം. നാക്കിൽ ശ്രദ്ധയുള്ളവൻ മനസ്സും നാക്കും കണക്ട് ചെയ്യും. മനസ്സും നാക്കും കണക്ട് ചെയ്ത ഞാൻ ജനിച്ച അമ്മയുമായി ബന്ധപ്പെട്ട, പ്രകൃതിയുമായി ബന്ധപ്പെട്ട പൊക്കിൾക്കൊടിയിലേക്ക് എത്തും. പൊക്കിൾക്കൊടിയിൽ ടച്ചാകുന്ന നേരെ അടുത്ത പൊക്കിൾക്കൊടി ഇവിടെ കിടക്കണേ. ഈ പൊക്കിൾ കണക്റ്റ് ആയാൽ വിശുദ്ധി ക്ലിയർ ആവും. പിന്നെ താഴത്തേക്ക് വന്നിട്ട് പിന്നെ മൂലാധാരത്തിലെത്തിയിട്ടാണ് ലളിതാസനം പറയുന്നത്. പിന്നെയാണ് ആജ്ഞയിലേക്ക് പോകാൻ പറയുന്നത്. ഈ വിശുദ്ധി, വാക്ശുദ്ധി ഉണ്ടായി, ഹൃദയം ശുദ്ധീകരിച്ച്, ജലത്തെ ശുദ്ധീകരിച്ച് എല്ലാം എത്തിക്കഴിഞ്ഞാലേ നിനക്കാജ്ഞാപിക്കാൻ പാടൂ. ആജ്ഞാപിക്കണമെങ്കിൽ ഈ ശുദ്ധി നടക്കണം. അല്ലാത്തവൻ, അതുകൊണ്ടാണ് മറ്റേ പാട്ടുപാടി മഴ പെയ്ച്ചു, ആജ്ഞാപിച്ച അങ്ങനെ നടന്നു എന്നൊക്കെ പറയുന്നത്. കഥകൾ നമ്മൾ കേട്ടിട്ടെങ്കിൽ അതിൻ്റെ പുറകിലെ നിങ്ങൾക്ക് അന്ധവിശ്വാസമെന്നോ നല്ല വിശ്വാസമെന്നോ ഒക്കെ എടുക്കാം. പക്ഷെ ആജ്ഞാപിക്കണമെങ്കിൽ ആജ്ഞാചക്രം ചോർക്കണം. പക്ഷെ നമ്മൾ വെറുതെ ഞാൻ ആജ്ഞാപിച്ചു, ഇതൊക്കെ അതിലുണ്ട്. നമ്മൾ പറയുന്നുണ്ട് നിൻ്റെ ശക്തി പുറത്തെടുക്ക്, നീ ഒരു ശക്തി അമ്മയല്ലേ, നീ നിൻ്റെ മനസ്സിൻ്റെ ശക്തി കളയരുത്, ശരീരത്തിൻ്റെ ശക്തി തിരിച്ചറിയും. ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മേനെ കുറിച്ചാണ് നാടൻ ഭാഷയിൽ. അപ്പോൾ ഈ ശക്തി അറിയണമെങ്കിൽ ഈ ത്രികോണത്തിൽ വെച്ച് തുടങ്ങിയാൽ മതി. അപ്പോൾ വാക്ക് പറയുമ്പോൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്തിച്ചാൽ എൻ്റെ ഭാര്യ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞാൽ എന്തായാലും ഒരസലുകളുണ്ടാവുമല്ലോ. ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ ഭാര്യയോട് പോയിട്ട് സോറി പറയും. നീ കാല് പിടിച്ചു പറയും. ചില സമയത്ത് അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ കാല് തൊട്ടിട്ടൊക്കെയാണ് ക്ലാസ്സിന് പോവുക. അവൾ അറിയുക പോലുമില്ല. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടാവുന്ന സമയത്ത്, ഈ ഒരസലുണ്ടാവുന്ന സമയത്ത് നമ്മളിങ്ങനെ നിൽക്കും. ഈ പൊക്കിളിൻ്റെ അവിടെ ഒരു കനുണ്ടാവും. നമ്മുടെ പൊക്കിളും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്ത് തന്നെ ടെൻഷൻ, അത് ഹെഡ് ബീറ്റ് ഇങ്ങനെ കൂട്ടും. എന്നിട്ട് നമ്മൾ വിട്ടുകൊടുക്കില്ല. ആ വിട്ടങ്ങോട്ട് കൊടുത്താണല്ലോ നമ്മൾ ആവും. അപ്പോൾ സോറി പറയുമ്പോൾ വിട്ടുകൊടുത്താൽ, റിപ്പൻഡ് എന്നാണ് അതിന് ബൈബിളിൽ പറയുക. റിപ്പൻഡ് എന്ന് പറഞ്ഞാൽ ടേൺ ഇൻവേർഡ് എന്നാണ്, പശ്ചാത്തപിക്കുമെന്നല്ല. ഇത് വിട്ടങ്ങോട്ട് കൊടുത്താൽ നേരെ നമ്മൾ ത്രികോണം ജ്വലിച്ചു. പിന്നെ വൈഫിനെ കാണുമ്പോൾ എനിക്ക് കൊണ്ട് സന്തോഷമായി. അല്ലെങ്കിൽ വൈഫിൻ്റെ ഇതിന് അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞതേ, കുഞ്ഞുങ്ങളെപ്പോലെയുള്ളവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് നല്ല പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താ? അപ്പോൾ പ്രേംബോയുടെ മോൻ അച്ഛനക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പത്തിൽ അവന് ഇഷ്ടമല്ല, 100% ഇഷ്ടമല്ല. പക്ഷെ അടുത്ത നിമിഷം അവന് അച്ഛനെ ഇഷ്ടമാണ്. നമ്മളിത് വലുതാകും തോറും ഈ ഡ്യൂറേഷൻ കൂട്ടും, നമ്മുടെ ചില്ലിങ്ങനെ കറ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് സോറി പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ അല്ലെങ്കിൽ രമ്യതയിലാവാൻ കഴിഞ്ഞാൽ ഇമോഷണൽ ശുദ്ധിയായി. ഇമോഷണൽ ശുദ്ധി വന്നാൽ വാക്ശുദ്ധിയായി. ഇപ്പോൾ ഞാനത് അമ്മമാരോട് പറയും, ഭർത്താവ് ചീത്ത പറയുമ്പോൾ വെറുതെ മുഖത്തിങ്ങനെ നോക്കിക്കുക, ഒരു ഭാവവും മുഖത്ത് വരരുത്, പക്ഷെ മനസ്സിലൊരു കുറയ്ക്കുന്ന നായനെ സങ്കല്പിച്ചാൽ മതി പറയും. അപ്പോൾ അമ്മമാർ പറയും ഭയങ്കര ടെക്നിക്കായിട്ടുള്ളത്, ഭർത്താവിന് ഇപ്പോൾ ഒരു ഡോബർമേൻ്റെ ചായയൊക്കെ തോന്നുന്നുണ്ടല്ലോ, എന്നാ ടെക്നിക്കാണിത്. ഇത് ഞാൻ കുട്ടികൾക്ക് എന്താ ചെയ്ത് ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ഇതൊക്കെ ഇൻഡയറക്റ്റ്ലി പിള്ളേരോട് പറയാം. അമ്മ ചീത്ത പറയുമ്പോൾ മുഖത്തൊക്കെ ചിരിക്കി, അപ്പോൾ അമ്മ നിങ്ങളോട് ചൂടാവും. അപ്പോൾ അമ്മ നിങ്ങൾ ചിരിച്ചിരിക്കുമ്പോൾ അമ്മയിലേക്കും ചിരി പടരും. ദേഷ്യം എന്നെ പിടിപ്പിക്കരുതെന്ന് പറഞ്ഞേക്കാളും മണ്ടത്തരം ഉണ്ടാവും പ്രേംജി. നമ്മളെന്തിനാ പിടിക്കാതിരുന്നൂടെ? ഈ വാക്ശുദ്ധിയും ത്രോട്ട് ശുദ്ധിയും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടന്നാൽ നമുക്ക് ഇഷ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഭൂലോക മണ്ടത്തരം നമ്മൾ പറഞ്ഞു. ഇല്ലാത്തത് പറഞ്ഞാൽ എന്തിനാ ദേഷ്യപ്പെടണം? ഇല്ലാത്തതല്ലേ. ചാനലെടുത്ത് നോക്കൂ, എന്നെക്കുറിച്ച് അവൻ ഇല്ലാത്തത് പറഞ്ഞു എന്നാണ്. ഇല്ലാത്ത എന്തോ കുഴപ്പമില്ലല്ലോ. ഈ തെളിച്ചം നിത്യജീവിതത്തിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ വിമർശനത്തെയും പുകഴ്ത്തലിനെയും ഒരുപോലെ സ്വീകരിക്കുക. അപ്പോൾ ത്രികോണാന്തര ദീപിക എന്താണെന്ന് മനസ്സിലാവും. ഇവിടെ ഇപ്പോൾ എനിക്കും പ്രേംജിക്കും പരീക്ഷിക്കാൻ കഴിയണം. രാവിലെ ഞാനും ജപിക്കണമല്ല, അത് ജപിച്ചോളാം. പക്ഷെ അതല്ലാതെ എനിക്ക് എൻ്റെ ചുറ്റും, എൻ്റെ ഓഫീസിൽ, എൻ്റെ ചുറ്റുമുള്ളവർ, എന്നേക്കാൾ താഴെയുള്ളവർക്ക്, കാരണം ഇത് ഞാനിങ്ങനെ പലപ്പോഴും കാണുകയാണ് ലൈഫിൽ. നമുക്ക് ചേറായിൽ റിസോർട്ട് ഉണ്ടായിരുന്ന സമയത്ത് ലക്ഷറി ടാക്സൊക്കെ മേടിക്കാൻ LICൻ്റെ ഓഫീസർമാർ കോട്ടൊക്കെ ഇട്ട് വരും. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ കോഫി എന്ന് പറയും. കാരണം ഞാനവിടെ അന്ന് സപ്ലയറാണ്. സപ്ലയറുടെ അത്ര ബഹുമാനം മതി. അയാൾക്ക് ബഹുമാനം വേണ്ടത് MDനോടാണ്, അത് വിദേശികളുമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കോഫിയും കൊണ്ടുകൊടുക്കുക, കീപ് ദർ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളവിടെ കീപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സൈനിങ് അതോറിറ്റി 3 പേരാണ്. ഒന്ന് ബെഞ്ചമിൻ കോവോ, ഒന്ന് തിബോ, പിന്നെ ഒന്ന് ഹരീഷ് ബാബു.
ഇവരിൽ ഒരാളെ അവിടെ ഉണ്ടാവുന്നുള്ളൂ, ഞാൻ ഉടനെ ഞാൻ സൈൻ ചെയ്യണം. അപ്പോൾ കുറച്ച് മുന്നേ അവിടെ വെച്ചോ എന്ന് പറഞ്ഞ് എന്നോട് പുച്ഛം കാണിച്ച അഹങ്കാരം, നേരത്തെ ഖനത്തിലേക്ക് അത് പോകട്ടോ, ഖനരൂപിണി. കാരണം അവൻ്റെ LIC കോട്ട അവനൊരു ഖനാണ്, കാരണം അവനേക്കാൾ താഴെ ഉണ്ടെന്ന് തോന്നുന്നു, വേറെ തന്നെ വലിയ പിച്ചക്കാരനുമാണ്. ഞാൻ സൈൻ ചെയ്യാൻ വരുമ്പോൾ അവൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിക്കുക, സാർ ഇതിൻ്റെ MD ഞാൻ പറയാം, അങ്ങനെയൊക്കെ ഒരു പറയുന്നുണ്ട്, ചെക്ക് കാണിച്ചോണ്ട. അപ്പോൾ നിങ്ങളെക്കാൾ താഴെ മുകളിൽ നോക്കാതെ ഒരുപോലെ നിങ്ങൾക്ക് ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? വിജ്ഞാന ഖനരൂപിണിയും ത്രികോണാന്തര ദീപികയും അമ്മ കാണിച്ചു തരും. ശരിക്കും ലളിതാ സഹസ്രം ഒറ്റ നാമം മതി, ഈ 1000ലേക്കും പോവാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഏതാ കിട്ടണ്ട വെച്ചാൽ കിട്ടിക്കോട്ടെ വെച്ചാൽ വാഗ്ദേവതമാർ ഇഷ്ടംപോലെ തന്നിരിക്കും. ഇപ്പം എപ്പോഴും ഈ ലളിതാ സഹസ്രനാമം പോലത്തെ ഒരു ടെക്സ്റ്റ് വളരെ പേടിയോടെ കണ്ടിരുന്ന സമൂഹമാണ് നമ്മളെ. ഇപ്പോഴും പലരും അങ്ങനെ പല സ്വകാര്യ സംഭാഷണങ്ങളിലും അങ്ങ് എൻ്റെ അടുത്ത് പല സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് വളരെ വളരെ എന്താ പറയുക, അത് ഞാൻ റെസ്പെക്റ്റ്ഫുള്ളി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ എപ്പോഴും പലരും നടക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ നടത്താം. ഒരു മുണ്ടോ കുറിയോ പൊട്ടോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ടൊരു കോമൺ മാൻ, സാധാരണ ജനങ്ങളിൽ ഒരാളായിട്ടാണ് അങ്ങ് നടക്കുന്നത്. അപ്പം ഇങ്ങനൊരു ടെക്സ്റ്റിലേക്കുള്ള ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിനെപ്പറ്റി എഴുതുന്നത് പോലും എനിക്ക് ഒരു പോലെ ഒരു ഇൻഹിബിഷൻ, ഒരു പേടി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇതുവരെ നമ്മൾ പേടിപ്പിച്ചിട്ടാണ് നിർത്തിയിരുന്നത്? ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും സാധാരണ ഭക്തി അമ്പലത്തിൽ പോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയോ അങ്ങനെ ഇതെന്താണെന്ന് ഭയപ്പെടുത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരായിരുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഒരു ഇഷ്ടം തോന്നി ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്കെല്ലാം ലഭിക്കുന്നത് അനുഗ്രഹങ്ങളാണ്. അല്ലെങ്കിൽ എനിക്കൊരു വിഷമം വന്നാൽ, ഇപ്പോൾ ദുഃഖമില്ലാത്ത ആൾക്ക് വിഷമം വന്നാലും ഇത് അമ്മ തന്നതാണെന്നും അല്ലെങ്കിൽ അത് നല്ലതാണ് എന്നും ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് കിട്ടി. കോമൺ സെൻസ് ഈസ് നോട്ട് കോമൺ എന്ന് പറയാറില്ലേ, അത് വലിയൊരു, എനിക്ക് ഭയമേ തോന്നിയിട്ടില്ല. എൻ്റെ അമ്മയെ ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് എനിക്ക് ഈ ഇഷ്ടത്തോടു കൂടി പറയാനുള്ളത്. ഇത് തുടക്കത്തിൽ തന്നെ സദ്യയെ പറ്റിയിട്ടാണ് തുടങ്ങുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു, എല്ലാവരും ശ്രീമാതയിലാണ് തുടങ്ങുക, എല്ലാവരും അമ്മയിലാണ്, പക്ഷെ അങ്ങ് ആദ്യം പറഞ്ഞു വെച്ചതും രണ്ടാമതാണ് അമ്മയിലേക്ക് വരുന്നത്. അതെന്താണ്? അമ്മ സത്യത്തിലൊരു സദ്യ വിളമ്പി വെച്ചിട്ടല്ലേ നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ആ ക്ഷണിച്ചിട്ടുമുണ്ട്, സദ്യ തന്നിട്ടുമുണ്ട്. ഈ സദ്യ ഉണ്ണാൻ നമ്മൾ ശ്രമിക്കാത്തത് ആരുടെ കുഴപ്പമാണ്? ചുറ്റും ഒന്ന് നോക്കൂ, കുറേ ആളുകൾ, ഇപ്പോൾ ഏതൊരു ടെന്നീസ് പ്ലെയർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ക്യാൻസർ വന്നപ്പോൾ എന്തുകൊണ്ട് അങ്ങ് ദൈവത്തോട് പരാതി പറയുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ മറുപടി ഭയങ്കര സ്പിരിച്വലായിരുന്നു. എത്രയോ ആളുകൾ ടെന്നീസ് കളിക്കുന്നുണ്ട്, അതിൽ എന്തുകൊണ്ട് എന്നെ മാത്രം നാഷണൽ ലെവലിൽ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല. വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ വിംബിൾഡൺ ചാമ്പ്യനായിട്ടുള്ളൂ. അപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടില്ല, എന്തിന് ദൈവമേ എന്നെ ചാമ്പ്യനാക്കിയെന്ന്. അതുകൊണ്ട് ഇതിനും ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ സമർപ്പണമാണത്. ഇത് എവിടെ ജനിച്ച മനുഷ്യനും ഈ ഒരു തലത്തിൽ സംവദിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മീയതയല്ലേ. കണ്ടൻറ്റ്മെൻറ്റ് ആൻഡ് കോണ്ടിനെൻ്റ് എന്ന് പറഞ്ഞ 2 വാക്കുണ്ടില്ലേ. കണ്ടൻറ്റ്മെൻ്റ് ആണെങ്കിലാണ് തൃപ്തി. നമ്മൾ കോണ്ടിനെൻ്റാണ്, വിവിധ ഭാഗങ്ങളായി ഭൂഭാഗങ്ങളായി വെട്ടിപ്പൊളിക്കപ്പെട്ട് മനസ്സ് അങ്ങോട്ട് പോകുന്നു, ശരീരം ഇങ്ങോട്ട് പോകുന്നു. അവർക്ക് കണ്ടൻറ്റ്മെൻറ്റ്, നിത്യതൃപ്തായേ എന്ന് പറയുന്ന അതേ അമ്മ അനിത്യതൃപ്തായേ എന്നും പറയുന്നുണ്ട് അല്ലേ. അനിത്യമായ വസ്തുക്കളെ കൊണ്ട് അമ്മ തൃപ്തിയാണ്, കാരണം അമ്മയാണ് നിത്യതൃപ്തിയായിട്ടുള്ള സാധനം. പിന്നെ എന്ത് അനിത്യം, എന്ത് നിത്യം? സർവോപാധി വിനിർമുക്തായ നമഹയാണെങ്കിൽ പിന്നെ എന്ത് ഉപാധിയാണ് അമ്മയ്ക്കുള്ളത്? ഉപാധി വെക്കണം, എന്നിട്ട് ഉപാധിരഹിതനാകണം. ആദ്യം നമുക്കൊരു ട്രെയിനറെ വേണം, എന്നിട്ട് പതുക്കെ പാരച്ചൂട്ട് ഘടിപ്പിച്ചോ ചാടിക്കോ എന്നൊക്കെ പറയില്ല. എക്സ്പേർട്ടായ ചാടാം. അത് ചിലപ്പോൾ ചില ആളുകൾക്ക് പുറത്തുനിന്നൊരു ഫിസിക്കൽ ഗുരുവിനെ കിട്ടുമായിരിക്കും.
അതല്ലാതെ വേറെ ചില ഗുരുക്കന്മാരെ കിട്ടുമായിരിക്കും, ചിലർക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഉള്ളത് കിട്ടുമായിരിക്കും. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ഇഷ്ടത്തെ സംബന്ധിച്ചിടത്തോളം തൃപ്തിയാണ് എന്നെ നയിക്കുന്നത്. എനിക്ക് നൽകിയിട്ടുള്ളതെല്ലാം പ്ലസ്സാണ്. ഒരു ഫുട്ബോൾ കളിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടണം എന്നൊക്കെ വിചാരിച്ചിരുന്നാൽ ഞാൻ ഇന്ന് ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ എത്ര സദ്യയാണ് അമ്മ വിളമ്പി വെച്ചിരിക്കുന്നത്. എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലുമില്ല ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമെന്നോ പുസ്തകം എഴുതുമെന്നോ. ഫുട്ബോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്കും അതെ, ഞാൻ കളിച്ചൊരു കോച്ചായാലോ ഒരു നല്ല ലൈസൻസുള്ള കോച്ചായാലോ ഒന്നും അവർക്ക് അത്ഭുതമില്ല. കാരണം ഞാനിതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത് അവർക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കേ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം അമ്മ സദ്യ വിളമ്പി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സദ്യ പിന്നെ പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ എന്നർത്ഥം കൂടിയുണ്ട്. സദ്യ നമുക്ക് സദ്യ ഏറ്റെടുക്കാം. പിന്നെ പെട്ടെന്ന് പ്രസാദിക്കുന്നവളാണെങ്കിൽ ഈ പെട്ടെന്ന് നേരത്തെ നമ്മൾ സംവദിക്കുമ്പോൾ പറഞ്ഞ സാധനം, ധൃതിയില്ലാത്തവർക്ക് എല്ലാം വേഗത്തിലാണ്. ധൃതിയുള്ളവന് അവൻ അനന്തമായി നീണ്ടു കിടക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധവും യതീഷയിലുള്ള ചാനലിൽ വന്ന സംസാരമൊക്കെ ഉണ്ടായി രൂപപ്പെട്ടു വന്നതാണ്. ഞാനതിനു വേണ്ടി പ്രേംജിയെ വിളിച്ച് പുറകെ നടക്കുകയോ പ്രേംജി എന്നെ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതതിൻ്റെ സമയമായി. അങ്ങയെക്കുറിച്ച് എന്നോട് ചാനൽ തുടങ്ങിയ കാലം തൊട്ടേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് സംഭവിക്കും. അങ്ങനെ നമുക്ക് നൽകുന്നതെല്ലാം സദ്യയാണെങ്കിൽ നമുക്ക് നൽകുന്ന ദുഃഖം പോലും സദ്യ ആവണ്ടേ? തീർച്ചയായിട്ടും. ഈ 100 ശ്ലോകങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ശ്രീമാത്തേക്ക് പിന്നെ എല്ലാവരും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ബുക്ക് വായിക്കുമ്പോൾ വളരെ രസകരമായിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇപ്പം മനസ്സിനെ പറ്റി പറയുന്ന ഭാഗം ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ നമ്മൾ ഇതിനിങ്ങനെ ഒരു ധൈര്യം തന്നെ വീണ്ടും വരുന്നത്, ഇങ്ങനെ എഴുതാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പൊതുവേ ഉണ്ടാവുന്നൊരു ചിന്ത, ഇന്ന് ആത്മീയതയും അതേപോലെ സ്പിരിച്വൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ റിലീജിയസ് പ്രാക്ടീസസ്, മതപരമായ പഠനങ്ങൾ, തന്ത്രം, ഈ ഒരു വലിയ സാഗരത്തിലേക്കാണ് അങ്ങയുടെ ചെറിയ തോണി തുഴഞ്ഞിങ്ങനെ വരുന്നത് അല്ലേ? അതെ, എന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആലോചിക്കുമ്പോൾ അങ്ങക്ക് ഇവിടെ ഒരു ഭയം ഒന്നും ഉണ്ടായിട്ട്. കാരണം ഞാനിത് വായിക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ് മറ്റേതിനായിട്ട് നോക്കുമ്പോൾ. ഇത് സാധാരണക്കാരൻ്റെ കഥയാണ്, സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയാണ്, സാധാരണ കാര്യങ്ങളാണ് ഇത് എഴുതിയിട്ടുള്ളതിൽ. ഒരു അസാധാരണത്വമില്ല. എന്നാൽ അത് വായിച്ച ഒരു അസാധാരണ ഫീലിംഗ് 100% നമുക്ക് ഗ്യാരണ്ടി പറയും ചെയ്യാം. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് അങ്ങേക്ക് ഒരു തരത്തിലും അങ്ങേക്കൊരു ഞാനിപ്പോൾ ചോദിക്കും, നമ്മൾ എന്താ പറയുക, നിങ്ങൾ പൊട്ടനാണോ ഇങ്ങനെയൊക്കെ എഴുതി വെക്കാനെന്ന് തോന്നില്ല നമുക്ക്. അപ്പോൾ മറ്റുള്ള ബുക്കുകൾ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ സുബ്രഹ്മണ്യർ ബുക്ക് എടുത്ത് നോക്കിയാൽ 861 പേജിന് മേലെ ഉണ്ട്. അതെ. സുവർണ്ണ നാലപ്പാടിൻ്റെ ബുക്ക് എടുത്ത് നോക്കിയാൽ, ബാലകൃഷ്ണൻ സാറിൻ്റെ ബുക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതൊക്കെ അതിലേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ നമ്മൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭവ്യത്തോടു കൂടിയും നമ്മൾ ഭയത്തോടു കൂടിയും അതിൽ കവിഞ്ഞ ആരാധനയോടുകൂടി ഇങ്ങനെയൊക്കെ തുറക്കുന്ന ബുക്കാണ്. ശ്രദ്ധയോടെ ഇരുന്ന് ചിലപ്പോൾ ഞാനൊക്കെ വായിക്കുന്ന ഒരു നോട്ട്ബുക്ക് ഒപ്പടുത്ത് വെച്ച് നോട്ടെടുത്ത് വായിച്ച് അങ്ങനെ നോക്കി പോകുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് വളരെ സരസമായി വായിക്കാൻ പറ്റുന്ന, എന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ നാമങ്ങളൊക്കെ ഈ 100 ശ്ലോകങ്ങളും തലയിൽ ഭദ്രാണ്. 100 അറകളിൽ ഒളിപ്പിച്ച് വെച്ച പോലെ അതവിടെ ഇരിക്കുന്നു. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് ശക്തി നൽകിയത്? ഒരു ശക്തി പുറകിലില്ല, അത് സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. ഞാൻ അങ്ങ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. അതിനെ നമുക്ക് അമ്മയോടുള്ള ഇഷ്ടം തന്നെ വിളിക്കാം. കാരണം നമ്മൾ രാവിലെ ചൊല്ലുന്ന സമയത്തെ ചില നാമം ഉടക്കും. സത്യപ്രസാദിനി എന്നുള്ള നാമം ഞാൻ മായാലഹരി എന്ന് പറയുന്ന പുസ്തകം സംഭവിച്ചതിന് ശേഷം ഒരു യാഗശാലയിൽ പോവുകയും അവിടെ കുറേ ആളുകളിരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കുകയും ചെയ്യണം. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ദീപു എന്ന് പറഞ്ഞൊരു പയ്യനും കൂടിയാണ് പോകുന്നത്. ഞങ്ങളങ്ങോട്ട് കടന്ന് ചെല്ലുമ്പോൾ ഓം സത്യപ്രസാദിനേ നമഃ എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഞാൻ ഉടനടി മൊബൈൽ എടുത്ത് പറഞ്ഞു, ദീപു ഒരു സാധനം എന്താ കത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ, നമ്മുടെ ഉള്ളിൽ സദ്യ വിളമ്പി വെച്ചിട്ടുള്ളവൾ എന്നൊക്കെയുള്ളൊരു സാധനം ഞാൻ അവിടെ ഇരുന്നിട്ട് 2 പാരഗ്രാഫ് എഴുതുകയാണ്. അതാണ് തുടക്കം. പിന്നെ അതിനെ മാറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമതാണ് എല്ലാവരും പറയുന്ന ശ്രീമാത്രയും ശ്രീമാതയും ഒക്കെ അങ്ങനെ എല്ലാം ഇത് എഴുതി തന്നതെല്ലാം മറ്റേ മായാലഹരി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് ശ്ലോകങ്ങൾ വായിച്ചിരിക്കുമെന്ന് മനസ്സിലായില്ല. ഞാൻ ചോദിക്കാൻ കാരണം അറിയോ, ഞാൻ ഇത് അങ്ങയുടെ ഒരു
നിമിത്തങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പക്ഷെ അതിനപ്പുറം ഈ അങ്ങയുടെ കുലത്തിൽ നിന്ന്, അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് ഏതൊരു ദേവത സങ്കല്പത്തിൻ്റെ ഒരു 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 എന്താ പറയുക, അൺലീഷ്ഡ് എന്നൊക്കെ പറയും നമ്മൾ. വെച്ചാൽ ചങ്ങലയിൽ നിന്ന് പുറത്ത് വിട്ട് വന്ന ഒരു ദേവതയുടെ ഒരു ഹെൽപ്പില്ലാതെ നടക്കില്ല. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് അമ്മാച്ചൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ഞാൻ പിന്നീടാണ് അമ്മയുടെ അമ്പലത്തിലൊക്കെ പോകുന്നത്. അവിടെ രാജരാജേശ്വരിയും ഭുവനേശ്വരിയുമാണ് അവിടെ സങ്കല്പവും പ്രതിഷ്ഠയും. അത് അമ്മാച്ചൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അവിടെ നാഗങ്ങളുണ്ട്, രാജേശ്വരി ഉണ്ട്, ഭുവനേശ്വരിയൊക്കെ സങ്കല്പമാണ്. പക്ഷെ ആ റൂമിൻ്റെ മുന്നിലൂടെ പോയാൽ അതിനുള്ളിലുള്ളിൽ കയറി ഇരുന്നാൽ നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. കാരണം അമ്മാച്ചൻ സിലോണിലായിരുന്നു, അഗസ്ത്യ പരമ്പരയായിരുന്നു. ശ്രീചക്രരാജ സിംഹാസനേശ്വരി എന്നെഴുതിയ അഗസ്ത്യർ എവിടെയെങ്കിലും ഒരു ചുണ്ടുവിരൽ അമ്മാച്ചനെ തൊട്ടിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ എങ്ങനെ ഭുവനേശ്വരി പ്രതിഷ്ഠ. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ തറവാട്ടിലുള്ളവരെയൊക്കെ ചോദിച്ചു, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അമ്മാച്ചൻ വന്ന എന്തെങ്കിലുമൊക്കെ ആൾക്കാരോട് പറയും, ഒരു വെള്ളമൊക്കെ അവർക്ക് കൊടുക്കും, തീർത്ഥം പോലെ. അപ്പോൾ അങ്ങനെ പലതും. അപ്പോൾ അമ്മാച്ചൻ സിലോണിലായിരുന്നു എന്നുള്ളത് കൊണ്ട് അമ്മാച്ചൻ്റെ ജീവിതം പലർക്കും അറിയില്ല, അമ്മയ്ക്ക് പോലും അറിയില്ല. അമ്മ പോലും പുസ്തകം കണ്ടിട്ട് എന്താ അമ്മയുടെ അച്ഛൻ്റെ പുസ്തകം പറയും എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ വെച്ചു. അമ്മാച്ചൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതിയിരുന്നു, ഇത് കിട്ടുമ്പോഴാണ് അറിയുന്നത്. അപ്പോഴാണ് ഇദ്ദേഹം, അന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റും ഈ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഇല്ലാത്ത കാലത്ത് തൊടുമർമ്മവും തൊടുവിദ്യയും മർമ്മവിദ്യയൊക്കെ എങ്ങനെ അമ്മാച്ചനറിയാം? അതിൽ വേറെ ചോദ്യം കൂടി ഉണ്ട്. ഈ ബുക്കിൻ്റെ രൂപം കഴിഞ്ഞ് ബാക്കിൽ അങ്ങനെ ഫോട്ടോ ഞാൻ ആദ്യം കാണുമ്പോഴേ, അപ്പോൾ ഞാൻ എന്നിട്ട് വീണ്ടും തിരിച്ചു നോക്കിയത് ലളിതാ സഹസ്രനാമത്തിൻ്റെ ബുക്ക് തന്നെയല്ലേ. കാരണം അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അങ്ങനെ കുറച്ച് കാണുകയൊന്നുമല്ല, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ്. അങ്ങനെയാണല്ലോ ആൾക്കാർ നടക്കുന്നത്. ചിലപ്പോൾ അങ്ങയുടെ അമ്മയുടെ അച്ഛൻ പോലും അതിസാധാരണക്കാരനായിട്ട് നടന്നത് കൊണ്ട് അച്ഛൻ്റെ പേര് രാമൻ അറിയപ്പെടാതിരുന്നുണ്ടാവാം അല്ലേ. കാരണം എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നമ്മൾ വന്ന ഏതോ ഗസ്റ്റ് പറഞ്ഞാണ്, ഇഫ് യു ആർ സ്പിരിച്വലി എൻലൈറ്റഡ് എന്നത് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല, യു ആർ എൻലൈറ്റഡ് അല്ലേ. കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള, വെറുതെ സന്തോഷം ലഭിക്കുക, ഒരു കാരണമില്ലാതെ സന്തോഷം എന്ന് പറയും. അത് ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് സങ്കടം വരുമ്പോഴായിരിക്കും ആ സന്തോഷം. അതിൻ്റെ വലിയൊരു കോൺട്രഡിക്ഷനാണ് കേട്ടത്. ഇൻ ദിസ് ഡീപ്പ് സോറോ ഐ ക്യാൻ ഫീൽ എക്സ്റ്റസി എന്നാണ് വിവേകാനന്ദസ്വാമി പറഞ്ഞു, പ്ലേഗ് വന്നിട്ട് ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഈ കൊടിയ ദുഃഖത്തിൽ അങ്ങേക്ക് എക്സ്റ്റസി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. ആളുകളെ സഹായിക്കാൻ കഴിയുന്നുണ്ടല്ലോ എനിക്ക്. അപ്പോൾ നൽകലിലാണ് എല്ലാം ഉള്ളത്. നൽകാൻ അപ്പുറത്ത് സ്വീകരിക്കാൻ ഒരാൾ വേണം. ഈ നൽകൽ ഞാൻ കൊച്ചു കുട്ടികൾക്ക് എവിടെയോ പോയിട്ട് സംസാരിക്കുമ്പോൾ ഒരു പാക്കറ്റ് മിഠായി കൊടുത്തു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞ് എല്ലാവരും പരസ്പരം കൈമാറും, കൊടുക്കുന്ന ആളും താങ്ക് യു പറയണം, വാങ്ങിക്കുന്ന ആളും താങ്ക് യു പറയണം. അപ്പോൾ 3ാം ക്ലാസ്സിലെ കുട്ടികളായതുകൊണ്ടും കളങ്കമില്ലാത്തതുകൊണ്ടും അവർ ചോദിച്ചു, അങ്ങനെ എന്തിനാ സാറേ പറയുന്നത്, കൊടുക്കുന്ന ആൾ എന്തിനാ താങ്ക് യു പറയണത്, മേടിക്കുന്നവരല്ലേ താങ്ക് യു പറയേണ്ടത്, അങ്ങനെയല്ലേ അവർ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ മക്കളോട് പറഞ്ഞു, മക്കളെ, കൊടുക്കാൻ ആരുമില്ലെങ്കിൽ നിങ്ങൾ ആർക്ക് കൊടുക്കും? അപ്പോൾ നിങ്ങളുടെ കൊടുക്കലിനേക്കാൾ ആ ഒരു മൂല്യം വാങ്ങലിനുണ്ട്. അതുകൊണ്ട് മേടിക്കുന്ന ആളും കൊടുക്കുന്ന ആളും താങ്ക് യു പറയാൻ പറയും. പിന്നെ ഞാൻ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ ഇവർ മിഠായികൾ കൊടുക്കുന്നു, താങ്ക് യു താങ്ക് യു താങ്ക് യു, ഇതിങ്ങനെ റൂമിൽ മുഴങ്ങുന്നതിൻ്റെ ഇടയിൽ 2 പെൺകുട്ടികൾ മിഠായി കൊടുത്ത് ഒന്ന് കൈ പിടിച്ച് പരസ്പരം നോക്കുകയും കവിള് പിടിക്കുകയും ഒരാലിംഗനം ചെയ്യുകയും കരയുകയും ചെയ്തു. പിന്നെ ഇതൊരു ഒരു 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 സർക്കിളായിട്ട് എല്ലാ കുട്ടികളും പിന്നെ കെട്ടിപ്പിടിക്കുക കരയുക, കെട്ടിപ്പിടിക്കുക കരയുക. വെറുതെ നിറവ് എന്ന് പറയുന്ന സാധനം നമ്മളിൽ കണ്ണീര് നിറയ്ക്കും. അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒന്നാകുമ്പോഴേ സംഭവിക്കും. ഒരു ഭിക്ഷക്കാരൻ 500 രൂപ കൊടുത്തിട്ട് അവൻ വേണ്ടടാ അതെന്ന് പറഞ്ഞാൽ നമ്മൾ നാണം കിട്ടും. അപ്പോൾ ഭിക്ഷക്കാരനോട് ഞാൻ 500 രൂപ തന്നാൽ അങ്ങ് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു കൊടുക്കുന്നിടത്താണ് ഞാൻ എൻ്റെ ഉള്ളിലെ ദേവിയെ കാണുന്നതാണ് ഞാൻ, അല്ലെങ്കിൽ എനിക്ക് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള സാധനം. അത് ഞാൻ എന്നോട് വളരെ ദേഷ്യം പുലർത്തിയിട്ടുള്ള ആൾക്കാരോട് പോയി സംസാരിച്ചിട്ടാണ് ഞാനിത് വളരെ രസകരമായിട്ട് പഠിച്ചത്. ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു അച്ചാച്ചൻ ഒരു കാവ്യ കൊടുത്തിങ്ങനെ ഫുള്ള് ഭസ്മൊക്കെ ഫുൾ പൂശിയിട്ട് അവിടെ ഇരിക്കുകയാണ്, അങ്ങനെ ഒരു ബാണ്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ ഏതോ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേർ, ലുക്ക് ദാറ്റ് ഓൾഡ് മാൻ വൈ ഹി വൈറ്റ് വാഷ് ഹിസ് ഫോർഹെഡ് ലൈക്ക് എൻ ഓൾഡ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്തൊക്കെയോ ഇംഗ്ലീഷിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പരിസരം വീക്ഷിക്കുന്ന ഒരു അസുഖമുള്ളത് കൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ വിളിച്ചു, എന്നിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. അല്ല ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിൽ
ഒരു ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ ഒരു കലക്കാണ് അദ്ദേഹം. അത് കഴിഞ്ഞ് ഇവരുടെ ബോഡി ലാംഗ്വേജ് മൊത്തം മാറി, പിള്ളേർക്ക് ബഹുമാനമായി. അങ്ങനെ അദ്ദേഹം ഒരു പഞ്ച് ഡയലോഗോട് കൂടിയിട്ടാണ് നിർത്തിയത്. അത് തമിഴിലായിരുന്നു. இந்த வீட்டுக்குள்ளே ஆள் இருக்குது, அதனால தான் ஒயிட் வாஷ் பண்ணியிருக்கு. இந்த வீட்டுக்குள்ளே யாருமே இல்லை, വൈറ്റ് വാഷ് പണ്ണ തേവയില്ല എന്ന് പറഞ്ഞു. കുട്ടികൾ സ്വാമീന്നൊക്കെ. അപ്പോൾ സ്വമ്മിനെ അറിഞ്ഞവനെ സ്വാമിയാവാൻ കഴിയുള്ളൂ. അവർ പുറത്ത് കാണിക്കുകയില്ല. അത് ആ ഭസ്മം അവർ പൂശുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അത് ഭസ്മാങ്കരാകായ എന്നുള്ള അനുഭൂതിയിലാണ് അവർ പൂശുന്നത്. അതവർ മറ്റുള്ളവർ കണ്ടോ കണ്ടില്ലേ എന്നുള്ളത് ഒരു വിഷയമേ അല്ല. അതാകുമ്പോൾ ശരിക്കും നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടായാൽ മതി ഇത് ചെയ്യുമ്പോൾ. അത് കവിഞ്ഞ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് നോക്കുമ്പോഴാണ് നമ്മൾ വളരെ നമ്മളിങ്ങനെ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കേണ്ടി വരിക. WHO തന്നെ അത് പറയുന്നില്ലേ പ്രേംജി, സാഡ് സോഷ്യൽ ആങ്സൈറ്റി ഡിസോർഡർ എന്നതിന് പറയുന്നത്. അപ്പോൾ അത് കൊണ്ടാണ് നമ്മൾ പലതും ചെയ്യാത്തത്. അപ്പോൾ അതില്ലെങ്കിൽ അമ്മ എല്ലാറ്റിലും ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ അങ്ങനെ ഒരു ചിന്ത നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മാഞ്ഞു പോകുമ്പോഴൊന്ന് ഉണർത്തിയാൽ മതി. നമുക്ക് ദേഷ്യം ഈ ബുക്കിൻ്റെ യാത്രയിൽ നിന്ന്, സോറി ഞാൻ ഇൻറ്ററപ്റ്റ് ചെയ്തല്ല, ഈ ബുക്കിൻ്റെ യാത്രയിൽ നിന്ന് പിന്നീട് എന്താ പറയുക, ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും പരിപൂർണമായിട്ട് ഒരിക്കൽ പഠിച്ചെടുക്കാൻ കഴിയില്ല. എനിക്കത് വളരെ ഇഷ്ടപ്പെടാനുള്ള കാരണം അങ്ങ് 100 നാമങ്ങളെയാണ്, 100 കാര്യങ്ങൾ ഇതിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളൂ. കാരണം അത് അത്രയും ഒരാൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഓം ദിവ്യ വിഗ്രഹായി എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രാജ്യം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അങ്ങ് ഈ സോ കോൾഡ് വലിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പിൽ ഉള്ളൊരാളും കൂടിയാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് അങ്ങേക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇപ്പോൾ തോന്നുമല്ലോ. അപ്പം അങ്ങ് അമ്മമാർക്ക് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു ക്ലാസ് എടുക്കുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ട്രെയിനിങ് മേഖലയിലേക്ക് അങ്ങ് വരുമ്പോൾ എനിക്ക് അങ്ങയുടെ മറ്റേ ബുക്കിലുണ്ട് ഗോഡിനെ പറ്റി ഒരു കുട്ടി പറയുന്നതൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ഇതൊരു കണക്ഷനായിട്ട് എടുക്കുന്ന സമയത്ത് ലളിതാ സഹസ്രനാമം അങ്ങയുടെ ട്രെയിനിങ് കരിയറിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? കാരണം ഓരോ കുട്ടികളും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പെറിഫറലായി പറയുകയാണെന്ന് അവർക്ക് തോന്നുന്ന സാധനത്തിൽ മുഴുവൻ അമ്മയാണ്. ഇപ്പോൾ ഒരു രക്ഷകർത്താക്കളെ വഞ്ചിക്കുന്നവർ ഒരു കാലത്തും ഗതി പിടിക്കാതെ പോകട്ടെ എന്ന് ഞാൻ ചിലപ്പോൾ പറയും. ഇത് ഞാൻ ക്രൈസ്റ്റിൽ കുറേ വർഷം മുന്നേ എന്തൊരു വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടൊരു ഡിബേറ്റിലായിരുന്നു. കുറേ കോളേജിലെ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഫീഡ്ബാക്കിൻ്റെ സമയത്ത്, സാറ് പറഞ്ഞതിനോടൊക്കെ അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല, അതൊക്കെ ഭൂലോക മണ്ടത്തരാണ്, അങ്ങനെ രക്ഷകർത്താക്കളെ ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നിങ്ങൾ വാടാന്ന് പറഞ്ഞു. അവന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. നിൻ്റെ ആ അഭിപ്രായം ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള അല്ലെങ്കിൽ വെച്ച് ഉജ്ജ്വലമായ അഭിപ്രായം എന്ന് പറയും. അപ്പോൾ പിന്നെ ആകെ ഒരു എൻ്റെ മുഖത്ത് മാറ്റമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു പെൺകുട്ടി വന്നപ്പോൾ അവൾ തന്നെ ക്ലാസ് ഭയങ്കരമായി, ഇതേപോലെ ജീവിതത്തിൽ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ നന്ദി എന്ന് മാത്രമേ അവളോട് പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് മൂന്നാമതൊരു പെൺകുട്ടി എഴുന്നേറ്റ്. എന്നിട്ട് അവൾ പറഞ്ഞു എനിക്കൊരു ചോദ്യം ചോദിക്കേണ്ടതാണ്. അപ്പം സാറ് പുകഴ്ത്തിയപ്പോൾ സാറ് ഒരു നന്ദി മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ സാറെ വിമർശിച്ചവനെ സാറ് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. അതെന്താ കാരണം എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവനവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പറയുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് അവൻ ശരിയല്ലെന്ന് പറഞ്ഞത്? രക്ഷകർത്താക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ അവൻ പ്രതീക്ഷിക്കുന്ന ഒന്നും അവൻ്റെ രക്ഷകർത്താക്കളിൽ നിന്ന് കിട്ടുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് നിങ്ങൾ പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും ഞാൻ പറഞ്ഞതാണല്ലോ. ഞാൻ പറഞ്ഞതിൽ മാത്രമേ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. നിങ്ങൾ കേട്ടതിൽ എനിക്ക് ഉത്തരവാദിത്തമില്ല. ഇത് പല കുട്ടികൾ, അപ്പോൾ അവൻ്റെ വീട്, പിന്നെ അവൻ ക്ലാസ് കഴിഞ്ഞിട്ട് അവൻ്റെ ഫാമിലി എന്നോട് പറയുന്നു ഈ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പാവങ്ങളാണ് പ്രേംജി. ഞാൻ എന്തുകൊണ്ടാണ് ഈ അമ്മയുടെ സാധനം പറയുന്നതെന്ന് വെച്ചാൽ മിഖേൽ നെയ്മട്ടൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരിക. എല്ലാറ്റിൽ നിന്നുള്ള മോചനമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എല്ലാറ്റിനെയും സ്നേഹിക്കുക. അല്ലാതെ ഇട്ടിട്ട് പോകാനല്ല ഉപരി പറഞ്ഞത്. പൂർണ്ണമായി സ്നേഹിച്ചാൽ പിന്നെ എല്ലാറ്റിനും ഒന്നിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോഴാണ് സ്നേഹം ചുരുങ്ങുന്നത്. അതുകൊണ്ടാണ് 2 സ്റ്റേറ്റ്മെൻറ്റ് വിരുദ്ധമായിട്ട് ക്രിസ്തു പറഞ്ഞത്. ഞാനിവിടെ ഇരുതല മൂർച്ചയുള്ള വാളുമായിട്ടാണ് വന്നിരിക്കുന്നത്, നിങ്ങളെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വെട്ടി മാറ്റാൻ.
ഇതേ ക്രിസ്തു പറയുന്നു, അച്ഛനമ്മമാരെ സഹോദരങ്ങളെ സ്നേഹിക്കാത്ത നിങ്ങൾക്ക് എന്നെ പിന്തുടരാൻ കഴിയില്ല. കാരണം ആദ്യത്തെ സ്നേഹം എൻ്റെ അമ്മയും എൻ്റെ അച്ഛനുമാണ്. കാരണം അവരാണ് എൻ്റെ ജന്മം നൽകിയത്. ആ സ്നേഹത്തിൽ നിന്ന് തുടങ്ങി നിങ്ങൾ ലോകം മുഴുവൻ നിങ്ങളുടെ സ്നേഹം പടർത്തുമ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രരാവാം. അതുകൊണ്ടാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ, അയൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുള്ളതൊക്കെ അയലായി, അവിടെ ആകുമ്പോൾ നമുക്ക് ശരിക്കും ഇത് ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മമാർക്ക് കുട്ടികൾക്ക് ഇത് നിത്യജീവിതത്തിലല്ലേ അവർ പ്രയോഗിക്കേണ്ടത്. അവർ പലപ്പോഴും ജപിക്കുന്ന സമയത്തുള്ള ശാന്തത ജപം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പോയി. അപ്പോൾ ഇതെന്തുകൊണ്ട് നടക്കുന്നില്ല? അപ്പോൾ ചുറ്റുമുള്ള ഒരാളോട്, ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരാളോട് പുഞ്ചിരിക്കാൻ, ദേഷ്യത്തോടെ ആണെങ്കിലും പുഞ്ചിരിക്കാൻ കഴിഞ്ഞാൽ ശോഭിണ്ണി എന്താണെന്നറിയും. ഇപ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഡോറിലൊരു മുട്ടാണ് ഞാൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത്. ഇതൊക്കെ ശോഭിണ്ണി എന്നുള്ള സാധനം എന്നിലുണ്ടാക്കിയിട്ടുള്ള, ഞാനിത് നിത്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാറ്റങ്ങളാട്ടോ. ഞാൻ നോക്കിയപ്പോൾ എന്നോട് ഹൈറ്റുള്ളൊരു പയ്യൻ ഞാൻ ക്ലാസ്സിൽ കയറ്റെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ കോർഡിനേറ്റർ ടീച്ചറെ നോക്കിയപ്പോൾ പറഞ്ഞു കയറ്റണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ടീച്ചറുടെ അടുത്ത് ചെന്നിട്ട്, അയ്യോ സാറേ ഈ സ്കൂളിലെ നൊട്ടോറിയസ് ആണ് അവൻ അടിച്ചിട്ട് തലപൊളിക്കുക ആൾക്കാർ, ആഴ്ചയിൽ അടിയാണ്, അവൻ ഇന്നലെ വരാഞ്ഞ് നന്നായി, അവനെ കയറ്റണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ കുറ്റവാളികളോട് പോലും അണക്കെന്തെങ്കിലും പറയാണ്ടോ എന്ന് ജഡ്ജി ചോദിക്കാറുണ്ട്, അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവനോട് ചോദിച്ചു എന്താ മോനെ നീ ക്ലാസ്സിന് വരാൻ കാരണം എന്ന് വെച്ചു. അയ്യോ സാറേ ഇന്നലെ ആയിരുന്നു എൻ്റെ ക്ലാസ് ഞാനുണ്ടായില്ല. അപ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞു ഒരു പ്രാന്തം സാറ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഫുട്ബോൾ കളിക്കും, നല്ല രസമായിരുന്നു ക്ലാസ്. എൻ്റെ കൂട്ടുകാരും പറഞ്ഞു എനിക്ക് ആഗ്രഹം സാറേ ഞാൻ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നീ ഇരുന്നു. അപ്പോൾ ടീച്ചർ പറഞ്ഞു സാറിൻ്റെ റിസ്കിലിരുത്തിക്കോ. എന്നിട്ട് അവ കയറി പുറകിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു പുറകിലല്ല, ഈ മൈക്കെടുത്ത് അടുത്ത ക്ലാസ്സിൽ നിന്ന് ഈ ക്ലാസ്സിലേക്ക് വന്ന ചീഫ് ഗസ്റ്റാണ് നീ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞു. ഇവനാകെ പേടിച്ച് ഞാനത് പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു നീ ഫുട്ബോൾ കളിക്കും ഞാനും ഫുട്ബോൾ കളിക്കും, നീ അത് പറയാതെ പോകാൻ കഴിയില്ല. അങ്ങനെ അവൻ ഉദ്ഘാടിച്ചു എന്ന് പറഞ്ഞിട്ട് പോയി. ക്ലാസ് കഴിഞ്ഞ് ചിരിച്ചുല്ലസിരിഞ്ഞിരുന്ന പയ്യൻ ക്ലാസ്സിന് ശേഷം എന്നെ മരച്ചോട്ടിൽ നിന്ന് വളരെ ബഹുമാനത്തിലാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഈ സ്കൂളിലെ ഏറ്റവും മോശപ്പെട്ടവനെന്ന് അടിയുണ്ടാക്കുന്നവനെന്ന് മുദ്ര കുത്തി തന്നെ അങ്ങനെ പുറകിലേക്ക് കൊണ്ടിട്ട് ഒരൊറ്റ കരച്ചിലെ കെട്ടിപ്പിടിച്ചിട്ട്. അപ്പോൾ ഇവൻ എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ അവൻ പറയുകയാണ് വീട്ടിലേക്ക് വലിയ പ്രശ്നമാണ് സാറേ, ഒരു ഉമ്മ ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, മരണപ്പെട്ടു 3 കൊല്ലം മുന്നേ. 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉപ്പ വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമായി, എനിക്കൊരു ഉമ്മാനെ കിട്ടല്ലേ. പക്ഷേ അതും കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർക്കും മക്കളുണ്ടായപ്പോൾ എല്ലാം പോയി സാറേ. ഇപ്പം ഞാൻ ആ വീട്ടിലെ പണിക്കാരനാണ്, എന്നെക്കൊണ്ട് എല്ലാം ചെയ്യിക്കും, തിന്നണ ചോറിനൊക്കെ കണക്ക് പറയും, അതും കുഴപ്പമില്ല സാറേ. പക്ഷേ ഇപ്പോൾ എനിക്കൊരു പേരുണ്ട് തള്ളേക്കൊല്ലിയെന്ന്. എൻ്റെ ഉമ്മാനെ കൊന്നത് ഞാനാണെന്ന് അവർ പറയുന്നത്, സഹിക്കണില്ല സാറേ. ഞാൻ എൻ്റെ ദേഷ്യം മുഴുവൻ സ്കൂളിൽ തല്ലി തീർക്കും, എന്നിട്ട് രാത്രി ഇരുന്ന് കരയും. എൻ്റെ ജീവിതത്തിൽ ആദ്യം എന്നെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചതും എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നതും സാറാണ്. ഇവന് നമ്മൾ എന്ത് പേരാ പ്രേംജി ചാർത്തി കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെ ക്ഷോഭിണിയെ ശരിക്കും ഉപയോഗിക്കാൻ നമ്മുടെ മക്കളെയും അമ്മമാരെയും ടീച്ചർമാരെയും പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ സമൂഹത്തിൽ കാണും. അതുകൊണ്ട് അമ്മമാർ ഇത് പഠിച്ചാൽ ഹൗ ടു ഹാൻഡിൽ ദെയർ ഇമോഷണൽ ലിറ്ററസി ലളിതാ സഹസ്രനാമവുമായി ബന്ധപ്പെടുത്തി പഠിച്ചാൽ വരും തലമുറയിലേക്കുള്ള ത്രികോണാന്തര ദീപികയാണത്. അമ്മമാർ വലിയ സംഭവമാണ്, അതറിയാത്ത ആൾക്കാർ അമ്മമാരേ ഉള്ളൂ. കാരണം അവർക്ക് ഇമോഷൻ അത്രമാത്രം കൺട്രോൾ ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അറിയാം. പക്ഷേ അതിലേക്ക് അവരെ കുറ്റം പറഞ്ഞിട്ടല്ലേ അവർ വളർന്നു വന്ന സാഹചര്യം. അപ്പോൾ ഇത് അമ്മമാരിലേക്ക് പഠിച്ചാൽ അവിടെയാണ് ക്ഷോഭിണി. കാരണം അമ്മയുടെ വികാര ചലനമാണല്ലോ മകനായി വരുന്നത്. അവിടെ അമ്മ എത്രമാത്രം ഇൻറ്റേർണലി ടെൻസ്ഡായിരുന്നു അത് കുട്ടിയിലേക്ക് വരും. കാരണം നമ്മൾ പലപ്പോഴും കൗൺസിലിംഗ് ഒന്നും അറിയില്ലെങ്കിലും പലരും വിളിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് മോന് എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ? ഗർഭിരിക്കുന്ന സമയത്ത് ഗർഭസമയത്ത് എങ്ങനെയായിരുന്നു? അപ്പോൾ ഭർത്താവിൻ്റെ ജോലി പോയി ഗൾഫിൽ, ഭയങ്കര ടെൻഷനിലും സ്ട്രെസ്സിലായിരുന്നു, എനിക്ക് എല്ലാറ്റിനോടും ദേഷ്യമായിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി, ഇവരുടെ ഇത് തിരിച്ചു വന്നു. പക്ഷേ മോന് ജീവിതകാലം മുഴുവനും കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ വാക്കുപയോഗിക്കുന്നത് എങ്ങനെയെന്നറിയുമ്പോഴാണ് ലളിതാ സഹസ്രനാമം അമ്മമാരിൽ പ്രവർത്തിക്കുക. പിന്നെ അത് വളരെ ലളിതമാണ് കേട്ടോ, അതുകൊണ്ടാണ് അത് പിടുത്തം കിട്ടാത്തത്. സിംപ്ലിസിറ്റി ഈസ് നോട്ട് സിമ്പിൾ എന്ന് പറയില്ലേ, സിംപ്ലിസിറ്റി അഭിനയിക്കാൻ തുടങ്ങിയാൽ സിമ്പിൾട്ടനാവും, വിട്ടിയായി മാറും. അത് പലർക്കും അറിയില്ല. അത് വളരെ സിമ്പിളാണ് അമ്മ. ഭയമില്ലാതെ സമീപിക്കാൻ കഴിയുന്നത് എത്ര പേർക്ക് പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അമ്മയുടെ പല ഭാവങ്ങളും
അല്ലെങ്കിൽ രൗദ്രമാണ്. ഭയപ്പെടുന്നതാവാം. പക്ഷേ ആ രൗദ്രത അറിയുന്ന ആളുകൾക്ക് അത് രൗദ്രതയല്ല, അറിയാത്തവർക്ക് അത് രൗദ്രതയാണ്. അത് അങ്ങനെ വലിയൊരു ഭാവമുണ്ട്. ഇപ്പോൾ കൃഷ്ണനോട് പ്രാർത്ഥിച്ച് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കുക കഥ, ജലദോഷം മാറണില്ല. അപ്പോൾ രുക്മിണി വരെ പറയത്ര അയാളുടെ ജലദോഷം ഒന്നും മാറ്റി കൊടുത്തില്ല, ശ്വാസമുട്ടൊന്നും മാറ്റി കൊടുത്തില്ല, ഭഗവാൻ ഇത് കേൾക്കണില്ല. ആ ഭഗവാൻ മൈൻഡ് ചെയ്യണില്ല. ഒരു ദിവസം പെട്ടെന്ന് അവൻ്റെ ശ്വാസമുട്ടാണ് മാറ്റി കൊടുക്കണം. അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് വെച്ചു. ഇയാൾ പ്രാർത്ഥിച്ച് ഭ്രാന്തായിട്ട് ലാസ്റ്റ് കൃഷ്ണൻ്റെ പ്രതിമയുടെ മൂക്ക പൊത്തിപ്പിടിച്ചു. എൻ്റെ ബുദ്ധിമുട്ടാണ് അറിയില്ല കൃഷ്ണ, ഈ പഠിക്കണം പാടാന്ന് പറഞ്ഞ് മൂക്ക പൊത്തിപ്പിടിച്ചു. ഉടനടി ശ്വാസമുട്ട് മാറിയുന്ന കഥ. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു എന്ന് പറയുന്നൊരു ഡയലോഗുണ്ട്. ഇപ്പോൾ അവൻ എന്നെയായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തി. ഇതുവരെ അവൻ സംസാരിച്ചിരുന്ന പ്രതിമയോടായിരുന്നു. അപ്പം നിങ്ങൾ ഈ പ്രതിമയാകുന്ന സങ്കല്പമാകുന്ന നിങ്ങളുടെ ഉള്ളിൽ സോക്കോൾഡ് സങ്കല്പമായി കിടക്കുന്ന അമ്മയായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതേ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞ, ആനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞ അമ്മയായിട്ടാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളത്, എല്ലാം മാറ്റും. ആ അമ്മ വാത്സല്യം മാത്രമേ നൽകുള്ളൂ, അത് എത്രതാണെങ്കിലും. ധൂമാവതിക്ക് വരെ നെഗറ്റീവ് പറയുമ്പോഴും, അല്ലെങ്കിൽ നെഗറ്റീവ് സോക്കോൾഡ് നെഗറ്റീവ് അല്ല ധൂമാവതി, പക്ഷെ ധൂമാവതി വാത്സല്യം ചെയ്യുന്ന തലം വേറെ ഉണ്ട്. ആ ധൂമൊക്കെ ഒന്ന് കളഞ്ഞാൽ മതി. അതെ, ആ വാത്സല്യം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഇങ്ങനെ ആളുകൾ പേടിപ്പിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എന്നെ പേടിപ്പിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പേടിപ്പിച്ചവരുടെ വാക്കുകൾ ഞാൻ കേട്ടിട്ടില്ല. കാരണം അല്ലെങ്കിൽ ഇത് എന്നിലൂടെ സംഭവിക്കണം. ഞാൻ ലളിതാ സഹസ്രനാമം വായിച്ചിട്ടുള്ള ആളല്ല, അല്ലെങ്കിൽ ഞാനതൊരു പണ്ഡിതനല്ല, സാധാരണക്കാരിൽ സാധാരണക്കാരനാണ് ഞാൻ. സാധകനല്ല, ഉപാസകനല്ല. പക്ഷെ ഉപവസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഇങ്ങനെ പോയിരിക്കാം, എന്നിട്ട് എന്നെ നോക്കിക്കോളൂ കേട്ടാ, നമുക്ക് ഒന്നും അറിയില്ല കേട്ടാ, മണ്ടനാണ് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ഈ നമ്മളിപ്പോൾ ലളിതാ സഹസ്രനാമത്തിനെ പറ്റിയിട്ട് നമ്മൾ ഒരു റിവേഴ്സ് എൻജിനീയറിംഗ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ, കാരണം അതിൽ തന്നെ അമ്മ പല സ്ഥലങ്ങളിലും ഘോരരൂപിണിയാണ്, സോഫ്റ്റാണ്, അമ്മയാണ്. 2 തലങ്ങൾ അതിലുണ്ട്. പക്ഷെ ഇതിന് ഇടയിലുള്ള ഇന്ന് സോ കോൾഡ് മാർക്കറ്റിൽ, അല്ലെങ്കിൽ സോ കോൾഡ് ഒരു വിപണന എന്താ പറയുക, ചരക്ക് അല്ലെങ്കിൽ വിപണന രീതിയിലേക്ക്, അല്ലെങ്കിൽ വിപണന പ്രൊഡക്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട് അതിൻ്റെ ഇടയിൽ. ഉറപ്പായിട്ടും. കാരണം അതിനുള്ളിൽ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, ശ്രീവിദ്യ. ഇത് ഞാൻ കേരളത്തിന് മാത്രമല്ല പറയുന്നത്, ഗ്ലോബലി തന്നെ ശ്രീവിദ്യേനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ തന്നെ അതിനൊരു എക്കണോമിക്സ് വർക്കൗട്ട് ചെയ്യുന്ന, അതിനൊരു എക്കണോമിക്സ് ഉണ്ട് താനും. ഈ എക്കണോമിക്സ് ഇല്ലാതെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടും അതിൻ്റെ 2 തലങ്ങളാണ്. പക്ഷേ ഈ എക്കണോമിക്സ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇത് യഥാർത്ഥ രീതിയിൽ ഇതിനെ കൺവേ ചെയ്യാൻ പറ്റുന്നു. നമുക്ക് ഒരു KT, ഒരു നോളജ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടോ? അങ്ങ് പല സ്ഥലങ്ങളിലും ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്കൊന്നും പോകാനല്ല, പക്ഷേ അങ്ങ് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇത് അങ്ങയുടെ ട്രെയിനിങ് മേഖലയിൽ തന്നെ അങ്ങ് ഭഗവത്ഗീത, എൻ്റെ അടുത്ത് 2 ദിവസം മുന്നേ ആരെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞത്, ഇത്രാമത്തെ ശ്ലോകം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ അയാളുടെ പ്രശ്നം തീരും എന്ന് പറയുന്ന അങ്ങയുടെ കുറേ ടെക്നിക്സുകൾ, അത് അങ്ങനെ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ശ്രീവിദ്യ എന്നുള്ള ഈ ഒരു മേഖല എത്രത്തോളം ദൃഢമാണ്, അല്ലെങ്കിൽ എത്രത്തോളം ശുദ്ധമാണ്, അതോടൊപ്പം തന്നെ എന്താണ് അതിൻ്റെ ഒരു അടുത്തൊരു 5-10 വർഷം കൂടുതൽ, അല്ലെങ്കിൽ പല ആൾക്കാരും പറയുന്ന ഒരു വേറെ കാര്യം, ഇത് നേരായ രീതിയിലല്ല പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത്, ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങയുടെ ചെവിയിൽ എത്തിയിട്ടുള്ളതായിരിക്കും. ഇതിനങ്ങ് എങ്ങനെ നോക്കിക്കാണുന്നത്? സീക്കേഴ്സ് അല്ലെങ്കിൽ ഇത് തിരയുന്ന ആളുകൾ കുറേ കാറ്റഗറി ഉണ്ട്. വെറുതെ ജപിച്ചാൽ അല്ലെങ്കിൽ അമ്മേനെ വായിച്ചാൽ ഒന്നും കിട്ടില്ലെന്നും, അതിൻ്റേതായ തനത് വഴിയിൽ പഠിക്കണമെന്നും, ശ്രീവിദ്യാ ദീക്ഷണ കിട്ടണമെന്നും, ഷോഡശിയോ എന്ത് വേണമെങ്കിൽ അവർ വിളിച്ചോട്ടെ, അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ തിരഞ്ഞ് കണ്ടുപിടിക്കുക. പിന്നെ ലളിതാ സഹസ്രനാമത്തിന് ഒരു ഇഷ്ടമുള്ള ഒരാളെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ലളിതാ സഹസ്രനാമം അതിൻ്റെ എല്ലാ രഹസ്യവും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നിത്യം ജപിക്കുന്ന ഒരാൾക്ക് അതിലൊരു സർട്ടൈൻ പോയിന്റിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റും. നിത്യം ജപിക്കുമ്പോൾ ലളിതാ സഹസ്രനാമത്തിലെ എല്ലാ സാധനവും കടന്നു പോകും. ആ പോയിന്റിലൂടെ നിത്യം കടന്നു പോകുന്ന ഒരാൾ മുൻ ജന്മങ്ങളിലോ അല്ലെങ്കിൽ അവൻ ചെയ്തു വെച്ച കർമ്മങ്ങളുമായി റിലേറ്റഡ് ആയിട്ടോ അവൻ്റെ ഗുരു അവനെ തിരഞ്ഞു വരും, പഠിപ്പിക്കും. ശിഷ്യൻ പാകമാകുമ്പോൾ ഗുരു പ്രത്യക്ഷപ്പെടും. ശിഷ്യൻ ശരിക്കും പാകമാകുമ്പോൾ ഗുരു അപ്രത്യക്ഷമാകും. ഇതിലുറപ്പുള്ള ഒരാൾ ഒരു ഗുരുവിനെ തിരഞ്ഞു പോവില്ല. കാരണം അവൻ്റെ ഗുരു വന്നിരിക്കും.
അത് ഇവിടെയുള്ളവരായിരിക്കാം, ആരുമായിരിക്കാം. പക്ഷേ ഈ ഉറപ്പില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് കിട്ടുകയും ശ്രീവിദ്യയാണത്. എന്ത് ഐശ്വര്യമാണ് അവർ തിരയുന്നത് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ ചക്രങ്ങൾ, അല്ലെങ്കിൽ ത്രൈലോക്യമോഹന ചക്രം എന്ന് എന്തൊക്കെയോ ആൾക്കാർ പറയുന്നത് കേൾക്കാം. ഈ സിദ്ധി പ്രകടിപ്പിക്കുന്നവർ ഇത് ഈ രീതിയിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ കച്ചംപാടം ചെയ്യാൻ ശ്രമിക്കുന്നവർ ഇവരൊക്കെ അമ്മയുടെ പുറത്താണ്. ഇവരമ്മേനെ കണ്ടു. അല്ലാത്തവർ ഇതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴാണ് അമ്മയുടെ ആക്സസ്സാണ്. ഇതിലേത് കാറ്റഗറിയിലാണ് ആൾക്കാരെന്ന് അവർക്ക് തീരുമാനിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ സാധാരണയിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. എനിക്ക് അമ്മയുടെ പാരായണം ധാരാളത്തിലധികമാണ്. കാരണം ഞാനത് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള മാറ്റം എനിക്ക് ഊഹിക്കാൻ കഴിയുന്നില്ല. എനിക്കിത് ധാരാളമാണ്. ഞാൻ കാണണമെന്ന് വിചാരിക്കുന്ന പലരുടെ അടുത്തേക്ക് എന്നെ അമ്മ എത്തിച്ചിട്ടുണ്ട്. ഞാൻ തിരഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഈ പോകുന്ന ആളുകൾ ഏത് വഴിയാണ്, അവർക്ക് ശ്രീവിദ്യയുടെ നിഗൂഢ വഴി വേണോ, അല്ലെങ്കിൽ ശ്രീവിദ്യ എന്ന് പറയുന്ന സാധനം തന്നെ വളരെ ലളിതമായിട്ട് ജീവിതത്തിലൂടെ അവർക്ക് നേടാൻ പറ്റുമോ? ഇത് പക്ഷേ അയാൾ ജീവിച്ച ജീവിതവും അയാൾ വന്ന വഴി ഇതൊക്കെ റിലേറ്റഡാണ്. ധൃതിയില്ലാത്തവന് എല്ലാം വേഗമാണ്, എളുപ്പമാണ്. ധൃതിയുള്ളവന് ഇതെല്ലാം, കാരണം എത്രയും പെട്ടെന്ന് സൂപ്പറായിട്ട് കച്ചവടം ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. പക്ഷെ അവിടെ ഒരു ഡിസ്കണക്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ഡിസഗ്രിമെൻ്റ് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു പോപ്പുലേഷനല്ല നമുക്കെന്നുള്ളത്, വളരെ ഹ്യൂജ് പോപ്പുലേഷനാണ്. പഴയ പോലെ നമ്മൾ ചെറുപ്രായത്ത് അതിലൊന്നും തന്നെ ഇതിൻ്റെ വലിയ അർത്ഥവ്യാപ്തി, നമ്മളെപ്പോലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആൾക്കാർ പഠിച്ചു വളർന്ന്, ഇപ്പോൾ അങ്ങേടും അച്ഛൻ ഒരു ഉദ്യോഗസ്ഥനാണ്, നമ്മൾ അങ്ങനെ വളർന്ന ഒരു ആളെന്ന നിലയിൽ നമുക്കത് അപ്രാപ്യമായിരുന്നു. ഇന്നത് പഠിപ്പിക്കാൻ തയ്യാറായി വരുന്ന പണ്ഡിതർ, അല്ലെങ്കിൽ വിദ്വാൻമാർ, അല്ലെങ്കിൽ ദീക്ഷിതരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു ജീവിതമാർഗം നമ്മൾ കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? അത് തെറ്റില്ല. അപ്പോൾ പണ്ടത്തെ ഇപ്പോഴത്തെ ഒരു നല്ലതും ചീത്തയെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, പണ്ട് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തിരഞ്ഞ് കണ്ടുപിടിച്ച് അതിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ആചാര്യൻ്റെ അടുത്ത് എത്തേണ്ടുന്നൊരു പ്രോസസ്സുണ്ട്. പക്ഷെ ഇന്ന് നമ്മളെല്ലാ രമണ മഹർഷീനെയാണെങ്കിലും ഏതാളെയാണെങ്കിലും നമ്മൾ ഡയറക്റ്റ് വായിക്കുകയാണ്. അഗസ്ത്യർ ലോപാമുദ്രയ്ക്ക് പറഞ്ഞു കൊടുത്ത് നമ്മൾ വായിക്കുകയാണ്. ലോപാമുദ്രയ്ക്ക് അഗസ്ത്യർ പറഞ്ഞു കൊടുത്ത ലോപാമുദ്രയ്ക്കാണ്, നമുക്കല്ല. സത്യത പറഞ്ഞു. രമണ മഹർഷി ശിഷ്യനോട് ചോദിച്ചത് നമ്മൾ വായിക്കുകയാണ്. എന്നിട്ട് നമ്മളെ നിർമ്മലാനന്ദ സ്വാമി എപ്പോഴും പറയും, കാലിൽ കണ്ണുള്ളവൻ ആകാശത്ത് നോക്കി നടക്കും. അത് നോക്കിയിട്ട്, അപ്പോൾ 10-100 വർഷം പഴക്കമുള്ള എരിക്കിനെ വേരോടുകൂടി മാന്തി എടുക്കാൻ, അതായത് അതിൻ്റെ വിരൽ കണ്ടിച്ച് ശിഖരം കണ്ടിച്ച് അതിൻ്റെ പ്രായം അളക്കാൻ കഴിവുള്ള ആചാര്യൻ അത് കണ്ടെത്തി വേരോടുകൂടി അതിനെ പറിച്ചെടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് പത്മാസനസ്ഥനോ വജ്രാസനസ്ഥനോ ആയിട്ടുള്ള ഗണപതിനെ കിട്ടും എന്ന് പറയുന്നു ആചാര്യന്മാർ. അത് ചുട്ടെടുത്ത് സാധന ചെയ്യാം, അത് വലിയ മാറ്റം ഉണ്ടാക്കും. എന്നിട്ട് സ്വാമി തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാ എരുക്കും പോയി മാന്തും. അപ്പോൾ അത് ആർക്ക് പറഞ്ഞു കൊടുത്തു, എങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഇൻ്റർനെറ്റ് കൊണ്ടും പുസ്തകം കൊണ്ടും കിട്ടാം. പോൾ ബ്രണ്ടൻ അമേരിക്കയിൽ നിന്ന് തിരഞ്ഞു വന്നിട്ടാണ് രമണ മഹർഷീനെ കണ്ടിട്ട് ഒരു നോട്ടത്തിൽ ഐ വാസ് ഔട്ട് ഓഫ് ദി യൂണിവേഴ്സ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് കണ്ടിട്ട് അപ്പോൾ നമ്മൾ ഇത് വലിയൊരു ദോഷമാണ് ഇപ്പോഴത്തെ. എന്നാൽ അങ്ങനെയുള്ള ഒരാൾക്ക് എത്തിപ്പെടേണ്ടതും എത്തും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമ്മൾ ചെയ്തു വെച്ചൊരു പ്രോസസ്സുണ്ട്. ഈ ഡോറ് തുറന്നേ അകത്ത് കിടക്കാൻ പറ്റൂ. അങ്ങനെയുള്ളവർക്ക് കിട്ടും, അല്ലാത്തവർ വഴിതെറ്റിപ്പോവും. ഇനി ഇത് ആഴത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ അവരും ഗുരുവിനെ അനലൈസ് ചെയ്യണം, ഗുരുവിനെ ടെസ്റ്റ് ചെയ്യണം. ചോദ്യം ചോദിക്കാതെ ചോദ്യം ചോദിച്ച് ഗുരുവിനെയും കൂടി അളന്നിട്ടാണ് പഴയകാലം പോയിരുന്നത്. അപ്പോൾ ശിഷ്യൻ ഗുരുവിനെ അളക്കണം, അതേ ചോദ്യത്തിലൂടെ ഗുരു ശിഷ്യനെ അളക്കും. ഈ പ്രോസസ്സ് ഒന്നില്ല. അങ്ങനെ കഴിവുള്ള ആളുകൾക്ക്, യഥാർത്ഥ ആൾക്കാരെ കിട്ടും. വഴിതെറ്റിപ്പോയിട്ടുള്ള ഇഷ്ടംപോലെ കേസ് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് പറയാൻ? അപ്പോൾ നിങ്ങൾ ഏത് വഴിയിലാണോ പോകേണ്ടത്, നിങ്ങളുടെ ആവശ്യം എന്താണ്? ശ്രീവിദ്യ കിട്ടലാണോ, അത് അമ്മേനെ വെറുതെ പാരായണം ചെയ്ത ആണോ? ഇനി ശ്രീവിദ്യ കിട്ടിയിട്ടും അമ്മേനെ കിട്ടാത്തവരുണ്ട്, വെറുതെ പാരായണം ചെയ്തവർക്ക് അമ്മ ദർശനം കൊടുത്തവരുണ്ട്. ഇഷ്ടം പോലെ നമുക്ക്, അല്ലെങ്കിൽ എനിക്ക് സംവദിക്കാൻ പറ്റിയിട്ടുണ്ട്.
അപ്പോൾ അങ്ങ് എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എവിടെയാണ് നിൽക്കുന്നതനുസരിച്ച് എനിക്കൊക്കെ കിട്ടും. ഇതിലുറപ്പുണ്ടെങ്കിൽ അമർന്തിര് എന്നാണ് രമണ മഹർഷി പറയുക. അപ്പോൾ നമ്മൾ അമർന്നിട്ടാണോ ഇരിക്കണത്? അല്ല, കുതിത്ത് കുതിത്ത് പായടി മൂലമറ്റം പാറടി എന്ന് പറഞ്ഞു. അപ്പോൾ മൂലമറ്റത്ത് പോയി കിട്ടുക കാര്യമില്ല. നമ്മൾ കുതിച്ച് പായി മൂലത്തിൻ്റെ അറ്റത്തെത്തണമെങ്കിൽ വിശുദ്ധിയിൽ നിന്ന് തുടങ്ങണം. ഇതറിഞ്ഞിട്ടുള്ള ആചാര്യന്മാരെ എത്താൻ ഭാഗ്യമുള്ളവരെത്തും. ഈ റിസ്ക്കും കൂടി ഏറ്റെടുക്കാൻ സന്നദ്ധനായവൻ ഈ പാതയിലേക്ക് ഇറങ്ങുക. അങ്ങനെ ഒരു യാത്ര അങ്ങിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഞാൻ തൃപ്തനാണ് പ്രേംജി. എനിക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടോ അതിനേക്കാളേറെ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ പലയിടത്തും ഞാൻ ഈ മായാലഹരി എന്നൊക്കെ പറഞ്ഞാൽ ലളിതാ സഹസ്രം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ലളിതാ സഹസ്രനാമം എങ്ങനെ സംഭവിച്ചു, ഞാനിതിനെന്ത് സാധനം എന്ന് ചോദിച്ചാൽ, എനിക്ക് അമ്മയോട് ഇഷ്ടമുണ്ട്, ഇതാണ് എൻ്റെ സാധന. എനിക്ക് രാവിലത്തെ ജപമല്ല എൻ്റെ അമ്മേനെ വേണ്ടത്. എനിക്ക് രാവിലെ ഞാൻ ഇൻസൈഡ് ചെയ്ത് പോകുമ്പോഴും ഔട്ട്സൈഡ് ചെയ്ത് പോകുമ്പോഴും ആളുകളായിട്ട് തല്ലുകൂടുമ്പോഴും ചിരിക്കുമ്പോഴും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പും വിശ്വാസവും എനിക്ക് ഇതുവരെ നൽകിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആരോട് ചോദിക്കണം? പിന്നെ വേണ്ട സമയത്തൊക്കെ അതിന് വേണ്ടുന്ന. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അച്ഛനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗുരു. അവർ സൗന്ദര്യലഹരി പഠിക്കണം, ഞാൻ പഴയ കാലത്തൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൗന്ദര്യലഹരി പഠിക്കണമെന്ന് പറഞ്ഞ് സൗന്ദര്യലഹരി മേടിച്ച് അന്നത്തെ ഗുരുവിന് കത്തെഴുതുക. അദ്ദേഹം ചെന്നൈയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അന്നത്തെ ശങ്കരാചാര്യർക്ക് ഈ ശ്ലോകത്തിൽ ഇന്ന സ്ഥലം എന്ന് റെഫറൻസ് കൊടുക്കുന്ന ആൾ ഇദ്ദേഹം. അദ്ദേഹം ടെക്സ്റ്റേ സൗന്ദര്യലഹരിയാണ്. അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ട് 1 വർഷം കഴിഞ്ഞാൽ മറുപടി, പിന്നെ 1 വർഷം കഴിഞ്ഞിട്ടാണ് ചെന്നൈക്ക് വിളിക്കുന്നത്. പക്ഷേ ഈ 2 വർഷം ഇവരെ ഷൊർണൂർ ഇതിൻ്റെ ദീക്ഷ വർഷങ്ങൾക്ക് മുന്നേ കിട്ടിയിട്ടുള്ള ആൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെവിടേക്ക് പോകുന്നു, എങ്ങോട്ട് പോകുന്നു, അങ്ങനെ 2 വർഷം എടുത്തു കഴിഞ്ഞിട്ടാണ് ചെന്നൈക്ക് വിളിക്കുന്നതും സൗന്ദര്യലഹരി ദീക്ഷ കൊടുക്കുന്നതും. എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞ ഡയലോഗുണ്ട്, ഇന്ന് മാമ എന്നവർ വിളിക്കുക, മാമ ഉണ്ടായിരുന്നെങ്കിൽ കൈയും കാലും കെട്ടി നിന്നെ മാമയുടെ മുന്നിൽ കൊണ്ടുപോയി ഞാൻ ഇട്ടേനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇതിനോട് ഞാൻ യോജിക്കില്ല. കാരണം മാമ പറഞ്ഞു തന്നതാണ് അച്ഛൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ മാമയാണ് അച്ഛനിലൂടെ സംസാരിക്കുന്നത് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ടെന്ന് പറഞ്ഞു. ഈ സൗന്ദര്യലഹരി ദീക്ഷ കിട്ടിയിട്ടുള്ള അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു കേട്ടോ. ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലടാ മോനെ എന്ന് പറഞ്ഞു. ഇത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് അകത്താണ്, അകത്തുനിന്ന് മോൻ സ്വിച്ച് ഇട്ടതാണ്. പക്ഷേ അച്ഛൻ പറയും, അപ്പോൾ നമുക്ക് കിട്ടേണ്ടതേ നമുക്ക് കിട്ടൂ. ഇതിലെത്ര പേര് കുറപ്പുണ്ടെന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ഓരോ ധാന്യമണിയിലും നിൻ്റെ നാമധേയം കുറിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നുകിൽ അന്ധവിശ്വാസമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇരിക്കാം. ശ്രമം വേണം അല്ലേ? ശ്രമമില്ലാത്തവനൊന്നും കിട്ടില്ല. വിശ്വാസം എവിടെ എത്തിയിരിക്കില്ല. വിശ്വാസത്തിലൂടെ അന്വേഷണം നന്നാൽ. പ്രേംജിയുടെ എൻ്റെ സുഹൃത്ത് പുറത്തേക്കുണ്ട് പറഞ്ഞത് വിശ്വസിച്ച് വിടുന്ന ശരിയാവാൻ തെറ്റാവും. പക്ഷേ അദ്ദേഹം പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോയൊക്കെ സുഹൃത്ത് ഉണ്ടെങ്കിൽ കാണാം. അത് അങ്ങ് ഗോഡിൽ പറഞ്ഞ പോലെ. അപ്പോൾ തിരയുന്നവന് കിട്ടും. വിശ്വാസത്തിലൂടെ അന്വേഷണത്തിലേക്ക് എത്തുകയും അന്വേഷണത്തിന് പുറപ്പെടുന്നവന് അവന് കിട്ടും. അപ്പോൾ വിശ്വസിച്ചിരിക്കരുത്. ഇവിടെ നിന്ന് കാറിൽ പോയാൽ തൃശ്ശൂർ എത്താമെന്നുള്ളതിൻ്റെ അറിവാണ്, വിശ്വാസമല്ല. വിശ്വാസം അറിവായി ഉറയ്ക്കാത്തിടത്തോളം കാലം അമ്മേനെ കിട്ടില്ല. വിശ്വാസം അറിവായി ഉറയ്ക്കണമെങ്കിൽ യാത്ര ചെയ്യണം. അതകത്തേക്ക് വന്തവളി തിരുമ്പിപ്പോകുന്നാണ് പറഞ്ഞു രമണ മഹർഷിയിലെ. ആന്ധ്രയിൽ നിന്ന് വന്ന ആളോട് വന്തവളി തിരുമ്പിപ്പോകാനാണ് പറഞ്ഞു. എന്താ പറയുക, നീ എവിടെ നിന്ന് വന്നു, നീൻ്റെ അന്വേഷണം എന്താണെന്ന് നിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്ന് ചോദ്യം വന്നു, ആ വഴിക്ക് തിരിച്ചു പോയിക്കോളാം, അവിടെ ഉത്തരേണ്ടതാണ്. ഇവ ആന്ധ്രയിലേക്ക് തിരിച്ചു പോകാനാണ്. അപ്പോൾ ഇത് ആളുകൾ വിൽക്കുന്നുണ്ടായിരിക്കാം. പെട്ടെന്ന് കച്ചവടം ചെയ്യാൻ പറ്റുന്ന ഒരു തന്ത്രയുടെ പിക്ചറും വെച്ചേക്ക് ഇഷ്ടംപോലെ യൂറോപ്യൻസിന് എനിക്ക് പരിചയമുണ്ട്. അവരൊരു തന്ത്രയുടെ പിക്ചറും കണ്ട, പക്ഷെ അത് അന്വേഷിച്ച് വരുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതിലെ സാധകർ ഇഷ്ടം പോലെ ഉണ്ട്. റോബർട്ട് സുബോധ എന്ന് പറഞ്ഞ ആളല്ലേ ആദ്യത്തെ അമേരിക്കൻ ഡോക്ടർ എന്ന് പറയുന്നത്. ആൾ ഇവിടെ വന്ന് അയാൾ ചെന്നുന്ന വേദന ചൊല്ലുന്ന ആൾക്കാർ നിർത്തും. നമുക്ക് ചെറിയൊരു പരിചയമൊക്കെ ഉണ്ട്. കാരണം അദ്ദേഹം അതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ. മറ്റേ അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞാൽ എന്താ, ഞാൻ പോയതിന് ശേഷം മാത്രം എന്നെ കുറിച്ചുള്ള പുസ്തകം എഴുതി, അല്ല എന്നെ ആൾക്കാർ തിരഞ്ഞു വരണ്ട. ഈ ലഭിക്കേണ്ടതും പോട്ടെ അവന്. പക്ഷെ അവന് ഗുരുവിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കണ്ണ് അമ്മ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചാൽ അവന് സദ്യ കിട്ടും, പെട്ടെന്ന് കിട്ടും. അതല്ലെങ്കിൽ അവൻ ആ തിരയിൽ തിരാന്ന് തിരിച്ചിട്ടാൽ രതിയായി. ഈ തിരഞ്ഞു പോണവരാ രതിയിൽ വീണേ. രതി തിരിച്ചിട്ടാൽ തിരയായി. അപ്പോൾ ആ രതിയിൽ ആർക്ക് ഇതുണ്ട് അവനാണ് ഭാരതീയൻ. രതിയിൽ വിരമിക്കുന്നവനാണ് ഭാരതീയൻ. ആ രതി തിരയാണ്. ആ തിര
ക്ഷോഭിണിയാണ്. ആ ക്ഷോഭിണി അച്ഛനെ കാണിച്ചു തരുന്ന ആളാണ്. അത് അമ്മയും അച്ഛനുമാണ്. അത് തിരഞ്ഞു പോകാൻ ഉള്ളുകൊണ്ട് ഇഷ്ടം കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അമ്മ എത്തിച്ചിരിക്കും. ഇനി എത്തിയിട്ടില്ലെങ്കിൽ അവന് കർമ്മത്തിൽ ഇത്രയും അവന് കിട്ടേണ്ടത് ഉണ്ടാകുമായിരിക്കും. അവിടെയും ഒരു ഉത്തരമായില്ലേ. അപ്പോൾ പൊസിഷനിൽ വന്നാൽ പാസ് കിട്ടും. റൈറ്റ് പൊസിഷനുകൊണ്ട് നിർബന്ധമില്ല. ഒരാളുടെ മറവിൽ നിന്നാൽ പാസ് കിട്ടില്ല. അവൻ ഈ പാസിംഗല്ലേ ശരിക്കും ആണ് ഇവർ ചെയ്യുന്നത്. പാസിങ്. പക്ഷേ എൻ്റെ കിട്ടിയിട്ടുള്ള പാസ് ഞാൻ മറ്റേ ഓപ്പണൻ ടീമിനെ കൊടുക്കുന്ന വെച്ചാലോ, അവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഢാകിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വടിയും കുത്തിപ്പിടിച്ച് വരുന്ന ബാലരമയിലെ അമ്മൂമ്മയാണ്. വിശുദ്ധി ചക്രത്തിലിരിക്കുന്ന ദേവിയാണ് ഢാകിനി. അപ്പോൾ ഢാകിനിയെ കണ്ട് ബാലരമയിലെ മുത്തശ്ശീനെ ആലോചിക്കുന്നവനും വിശുദ്ധി ചക്രത്തിൽ സാധന ചെയ്ത് ഢാകിനി ഈശ്വരനെ തൃപ്തിപ്പെടുത്തുന്നവനും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. അവനും ഢാകിനി ഇവനും ഢാകിനിയാണ്. പക്ഷേ ഈ ചിത്രകഥയിലൂടെ ആരാണ് ഈ ഢാകിനീനെ അങ്ങനെ ചിത്രീകരിച്ച്? ഇതിൻ്റെ പുറകിൽ വേറെ ഉദ്ദേശമുണ്ടോ? ഇല്ലേ? ഒക്കെ വിട്ടേക്കുക. അപ്പോൾ അതേ ഞാൻ പറഞ്ഞു, വേർഡ് ഈസ് പ്രഗ്നൻറ്റ് വിത്ത് മെനി മീനിങ്. ഢാകിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അറിയാം, അത് ബാലരമയിൽ വരുന്ന. അല്ലാത്ത നമ്മളും മുതിർന്ന വരെ ഢാകിനി ബാലരമയിലായിരുന്നു. പിന്നെ നമ്മളിതൊക്കെ ഈ ഇഷ്ടം കൊണ്ട് തപ്പിത്തിരഞ്ഞപ്പോഴല്ലേ വിശുദ്ധി ചക്രനിലയായിട്ടുള്ള ആളാണ് ഢാകിനി. വാക്കിൻ്റെ അല്ലെങ്കിൽ ത്രോട്ടിൻ്റെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു അന്തരാർത്ഥം തെളിഞ്ഞ് കിട്ടിയാൽ വർക്കൗട്ടാവും. പിന്നെ ഇങ്ങനെ മൂലാധാരത്തിന് ഇങ്ങനെ തുമ്പിക്കൈ നീട്ടിയിട്ട് ഇങ്ങനെ വരുവേ ഗണപതി, എന്നിട്ട് സഹസാരത്തിലൂടെ വരെ താമരപ്പൂ വിരിക്കുക. അപ്പോഴാണ് സ്വന്തം മകനെ അച്ഛൻ പൂജിച്ചത്. ഇങ്ങനെ കുറേ രഹസ്യങ്ങൾ അടങ്ങിയിട്ടുള്ള നാടാണ്. ഞാൻ പറഞ്ഞില്ലേ, പ്രേംജിയോട് ചർച്ചയിൽ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. 15 വർഷമായിട്ട് ശിവൻ്റെ കഴുത്തിൽ പാമ്പിനെ പഠിക്കണ അമേരിക്കക്കാരനെ ഞാൻ കണ്ടിരിക്കണേ. മണിക്കൂർ കണക്കിന് ഞങ്ങൾ സംസാരിച്ചത്. ഈസ് എ ക്വാണ്ടം ഫിസിസ്റ്റ്. അദ്ദേഹം ചോദിച്ചു, ഈ വക സാധനങ്ങളൊക്കെ കോളേജിലും സ്കൂളിൽ പറയുന്നുണ്ടോ? ഞാൻ പറഞ്ഞാൽ പോയി പറ, ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു തുണ്ട് കഷ്ണം എടുത്ത് PhD ചെയ്യാണ്. നിങ്ങൾ ഈ മണ്ണിൽ ജനിച്ചവരാണ്, ശിവൻ്റെയും ദേവിയുടെയും ഗന്ധം അനുഭവിച്ചവരാണ്. എന്നിട്ട് പറഞ്ഞാൽ ഗന്ധം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മണ്ണിൽ ജനിച്ച് ആ ഗന്ധം അനുഭവിച്ച നിങ്ങളത് പറയുന്നില്ല, അറിയുന്നില്ല. ഞങ്ങളവിടെ നിന്ന് പഠിക്കണു. അതുകൊണ്ട് പറ്റണ പോലെ നിങ്ങളുടെ കുട്ടികളെ സ്പിരിച്വാലിറ്റി ഒന്നും പഠിപ്പിക്കണ്ട. ശിവൻ എന്താണെന്നും ശക്തി എന്താണെന്നും വെറുതെ ശക്തി കാണിക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കൂ, അല്ലെങ്കിൽ പറയൂ. നിങ്ങൾക്ക് എന്തൊരു ഭാഗ്യമാണ്, ഞങ്ങളത് തിരഞ്ഞു വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ തലമുറയ്ക്ക് ഇന്നത് അറിയുമോ? അറിയാത്തതിന് ആരെ കുഴപ്പം? അപ്പോൾ ഇങ്ങനെ വിൽക്കുന്നവർ വിൽക്കും. ഇതൊക്കെ ദേവി തന്നെയാണെന്നും പ്രകടനം മുഴുവൻ ദേവിയാണെങ്കിൽ പിന്നെ അങ്ങനെ കളിക്കണവനും ഇങ്ങനെ കളിക്കണവനും ദേവിയല്ലേ. ദേവി ഇത് കണ്ട് ചുരുക്കും. വയറിങ് അറിയുന്നവൻ ചെയ്താൽ അവൻ സ്വിച്ചിട്ട ലൈറ്റ് കത്തും. ഞാൻ വിരലിട്ട രണ്ടും കറണ്ടാണ്, അടിച്ചു പോകും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രയോഗം എന്നുള്ളത്? പ്രയോഗത്തിന് പേടിയുള്ളവർ വെറുതെ ജപിക്കുക, സന്തോഷിക്കുക. അമ്മേനെ അങ്ങനെ ജപിക്കുമ്പോൾ വെറുതെ സന്തോഷം കിട്ടും. അപ്പോൾ അതിൽ നിരന്തരം നിത്യം നമ്മൾ സ്പർശിച്ച് പോണൊരു ഭാഗമുണ്ട്. അതേതാണെന്ന് ചൊല്ലണവർ കണ്ടുപിടിച്ചോട്ടെ. ആ ഭാഗത്തൂടെ നിത്യം ചൊല്ലിപ്പോകുമ്പോൾ അവൻ സ്റ്റക്കാവും. അവൻ അവിടെ എത്തുമ്പോൾ കൂടുതൽ സാധനം കിട്ടും. അവൻ്റെ അടുത്ത് ഈ ഗുരു വരും.